നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ജന്മാദ്യസ്യ യതോന്വയാൽ ഇതതശ്ചാർദ്ധ്വേഷഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യം ധിയൽ സൂരയ തേജോ വാരിമൃദാമയഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതുഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജയ് ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശ്രീ ജഗദംബികായി നമഃ. ഭഗവതി പരദേവതേ പ്രസീദ. അന്നപൂർണേ സദാപൂർണേ അന്നപൂർണേ സദാപൂർണേ പ്രാണസംഗേ ഭഗവതി പരദേവതേ പ്രസീദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം കലികാലത്ത് ഏറ്റവും കേമമായിട്ട് ആരാധിക്കേണ്ട വിഷ്ണു വൈഭവങ്ങളെക്കുറിച്ച് പറയുന്ന മഹാപുരാണമാണ്. വിഷ്ണു പുരാണത്തിലും ഗരുഡപുരാണത്തിലുമൊക്കെ വ്യാഖ്യാനങ്ങളിൽ പറയുമ്പോൾ ത്രീണി പുരാണങ്ങൾ, 3 പുരാണങ്ങൾ കലികാലത്ത് വളരെയധികം കീർത്തിക്കേണ്ട ഒന്നാണ്. ഒന്ന് ദേവീഭാഗവതം, പിന്നെ ഗരുഡപുരാണം, പിന്നെ ഒന്ന് ശ്രീമദ് ഭാഗവതം. അപ്പോൾ 3 പുരാണങ്ങളിൽ ഏറ്റവും കേമമായിട്ട് കീർത്തിക്കേണ്ട വിഷ്ണുവിൻ്റെ പരിപൂർണത തികഞ്ഞ ഏതെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം നാം. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദ്വാദശനാമ പൂജ. അതാണ് 12 സ്കന്ധങ്ങൾ വാസ്തവത്തിൽ 12 നാമങ്ങളായിട്ട് കണക്കാക്കണം എന്നാണ്. നമുക്ക് ഈ 6-ാം സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന നാരായണ കവചം ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. നാരായണ കവചം അതിൽ ആ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ. കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ. ഇതാണ് 12 നാമങ്ങൾ. ആ 12 നാമങ്ങളും കൃത്യമായിട്ട് വർണ്ണിച്ച ഒരധ്യായം ശ്രീമദ് ഭാഗവതത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ നാരായണ കവചമാണ്. അതുകൊണ്ടാണ് അതിന് വൈഷ്ണവവിദ്യ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വിഷ്ണുവിൻ്റെ ഏറ്റവും തികഞ്ഞ ശ്രീമദ് ഭാഗവതം.
അതിൽ ഓരോ സ്കന്ധങ്ങളും ആ ഭഗവത് സ്വരൂപത്തിൻ്റെ അംഗങ്ങളായിട്ട് കണക്കാക്കണം. ദ്വാദശ അംഗേഷു നാമഭി എന്ന് ദശമത്തിൽ പറയുന്നുണ്ട്. 12 അംഗങ്ങൾ. പൂജ കഴിക്കുമ്പോൾ വ്യാപകം ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്. പൂജ കഴിക്കണവർക്ക് നിശ്ചയമുണ്ടാവും. വ്യാപകം ചെയ്യുക എന്ന് പറയും. 2 കൈ കൊണ്ടും ഇങ്ങനെ തലോടണം കണ്ടിട്ടില്ലേ? അതിനാണ് വ്യാപകം എന്ന് പറയുക. 12 അംഗങ്ങൾ തൊട്ട് കവചമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ്. അപ്പം ഇതിൽ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങൾ 12 അംഗങ്ങളാണ് എങ്കിൽ അതിൽ ഒന്നാമത്തെ സ്കന്ധം പാദൗതു പ്രഥമസ്കന്ധ, ദ്വിതീയോ ജാനുനി, തൃതീയ സഗ്നി, ചതുർത്ഥ കടി, നാഭീതു പഞ്ചമം, ഹൃദയം ഷഷ്ട, സപ്തമസ്തു ഉര, അഷ്ടമ കണ്ഠ, സ്കന്ധൗതു നവമ, ദശമോ മുഖമീജിതം, ഏകാദശസ്തു ഉത്തമാംഗം, ദ്വാദശോ ബ്രഹ്മരന്ധ്രം. ഇപ്പം 12 അംഗങ്ങൾ ഭഗവത് സ്വരൂപത്തിൻ്റെ വ്യക്തമാക്കിക്കൊണ്ടുള്ള മഹാപുരാണമാണ് ശ്രീമദ് ഭാഗവതം. വെറും ഒരു പുരാണമല്ല എന്നർത്ഥം. അതിൽ ഇപ്പോൾ ഇവിടെ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത് 6ാം സ്കന്ധമാണ്. ഷഷ്ട ഹൃദയം ഉച്യതേ എന്നാണ്. ഭാഗവതത്തിൻ്റെ മർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ ഷഷ്ടസ്കന്ധമാണ് എന്നർത്ഥം. എന്താണ്? അവിടെയാണ് ഭക്തിയുടെ പരിപൂർണത വ്യക്തമാക്കിക്കൊണ്ടൊരു കഥാപാത്രത്തെ വേദവ്യാസൻ നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതാണ്? വൃത്രാസുരൻ. സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള വ്യാഖ്യാനം ശ്രീധരീയം. ആ ശ്രീധരീയത്തിലെ ശ്രീധരാചാര്യ സ്വാമികൾ സ്പഷ്ടമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്, ഈ വൃത്രാസുരൻ്റെ കഥ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞില്ല എങ്കിൽ ഇതിന് ശ്രീമൽ ഭാഗവതം എന്ന് പറയണതിൽ അർത്ഥമില്ല. വൃത്രാസുര കഥോപേദം യൽ ഭാഗവതം ഇഷ്യതേ എന്ന് വ്യാഖ്യാതാവ് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എന്നർത്ഥം. എന്താ അത്? ആ കഥ പറഞ്ഞില്ല എങ്കിൽ ഇങ്ങനൊരു കഥാപാത്രത്തെ വേദവ്യാസൻ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചില്ല എങ്കിൽ ഇതിന് ശ്രീമൽ ഭാഗവതം എന്ന് പറയാൻ അർത്ഥമില്ല. അപ്പോൾ മർമ്മപ്രധാനമായ സ്കന്ധവും മർമ്മപ്രധാനമായ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞ ഒന്നാണ് 6ാം സ്കന്ധം എന്ന് പറഞ്ഞാൽ. ആ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ? പോഷണം എന്നാണ്. പോഷിപ്പിക്കുക. പോഷണം തു ഭഗവത് അനുഗ്രഹ അതിലംഘിത മര്യാദ ഭക്തരക്ഷണലക്ഷണം പോഷണം. ഭക്തന്മാർ ചിലപ്പോൾ ചില മര്യാദകൾ വിട്ടൊക്കെ തെറ്റുകൾ ചെയ്തു എന്ന് വരാം. മര്യാദ എന്ന് വെച്ചാൽ അർത്ഥം അതാണല്ലോ, അതിർത്തി ഇതാണ്. അതിർത്തി വിട്ടാൽ പിന്നെ അപമര്യാദയായി എന്നർത്ഥം. അപ്പോൾ മര്യാദ വിട്ടുള്ള തെറ്റുകൾ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം ഭക്തന്മാർ. എന്നാലും ഭഗവാൻ കാരുണ്യം കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിക്കുന്ന ചരിത്രങ്ങൾ വർണ്ണിക്കുന്ന സ്കന്ധം. അതുകൊണ്ടാണ് പോഷണലീല എന്ന് പറഞ്ഞത് എന്നർത്ഥം. അതിലാദ്യത്തെ കഥ അജാമണോപാഖ്യാനാണ്. അത് പിന്നീട് കേൾക്കാം, എൻ്റെ സബ്ജക്റ്റ് അല്ലല്ലോ. പിന്നെ വിശ്വരൂപൻ്റെ കഥ, വൃത്രാസുരൻ്റെ കഥ, പിന്നെ ചിത്രകേതുവിൻ്റെ കഥ, മരുത്തുക്കളുടെ കഥ. ഇതാണ് പ്രതിപാദ്യം. അതിൽ ഏറ്റവും കേമമായിട്ടൊരു കഥാപാത്രമാണ് വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ മർമ്മപ്രധാനമായ സന്ദേശത്തെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. അതാണ് വൃത്രാസുരൻ്റെ മഹത്വം. അതിലേക്ക് നമ്മൾ കടക്കാണ്. ഇവിടെ പ്രജേസുക്കളുടെ മകനായിട്ട് പറഞ്ഞ ദക്ഷൻ പണ്ട് ശിവനിന്ദ ചെയ്ത് തലമണ്ട തെറിച്ച് ആടൻ്റെ ശിരസുമായിട്ട് കഴിയേണ്ടി വന്ന ആളാണല്ലോ. ഇപ്പം കുടുംബം ഒന്ന് മാറി. അപ്പോൾ നേരി പ്രജേസുക്കളുടെ കുടുംബത്തിൽ വന്ന് പിറന്ന് ആ ദക്ഷൻ ദീർഘകാലം അഘമരിഷണം എന്നു പേരാകുന്ന തീർത്ഥത്തിൽ ഹംസഗുഹ്യം എന്നു പേരായ മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സേവിച്ചുതാണ്. ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് സൃഷ്ടിയൊക്കെ വേണമെന്നല്ലേ മോഹം, വിഷമമൊന്നുമില്ല.
അസുഗ്നി എന്ന് പേരാകുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, അതിൽ നിൻ്റെ മനോഗതങ്ങളൊക്കെ സാഫല്യാവെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു നാം. ആ ദക്ഷൻ ഭഗവാന്റെ വാക്കനുസരിച്ചുകൊണ്ട് അസുഗ്നിയെ കല്യാണം കഴിച്ച്, അതിൽ ഇവിടെ പറയണത് ഹര്യശ്വന്മാർ എന്ന് പ്രസിദ്ധരാകുന്ന 10,000-കണക്കിന് കുട്ടികളുണ്ടായി എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? 10,000-കണക്കിന് കുട്ടികളും മറ്റും എങ്ങനെയാണ് എൻ്റെ തിരുമേനി ഈ കാപ്പോടി കഴിഞ്ഞ് നുണയം പറയണത്? ഉണ്ടാവും. മാനസികമായ സൃഷ്ടിയായിട്ടാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സയൻസ് അടുത്ത കാലത്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കും എന്ന് കണ്ടെത്തിയത്. അതിനെത്രയോ മുമ്പ് ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞു. അത് നമ്മൾ ആലോചിക്കണം. മാനസികമായ സൃഷ്ടിയായിട്ടാണ് ഹര്യസ്വന്മാരുടെ സൃഷ്ടി. 10,000-കണക്കിന് കുട്ടികളാണ് അവർക്ക് ചെറുപ്പത്തിലേ തോന്നിയെന്നാണ്. വയസ്സായിട്ട് ഭഗവാനെ സേവിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ പറ്റിക്കൊള്ളുന്നില്ല ഇല്ലേ? നാവ് കുഴഞ്ഞ് കിടക്കുക, കണ്ണ് കാണാണ്ടായി, പിന്നെ എങ്ങനെയാണ്? എന്നാൽ പിന്നെ ആയുസ്സും ആരോഗ്യമില്ലപ്പോൾ സേവിക്കല്ലേ ഭേദം. നമ്മളങ്ങനെയല്ല കേട്ടോ. സപ്താഹത്തിനും അതെ. എന്താ, എവിടെ ചെന്നാലും 70 വയസ്സ് കഴിഞ്ഞവർ സപ്താഹത്തിന് ശ്രോതാക്കൾ എന്താ, ഇനി ഒരു പണിക്കും കൊള്ളില്ല, എന്നാൽ പിന്നെ അവിടെ പോയിരുന്നോളൂ എന്ന്. കേമായില്ലേ? അങ്ങനെയല്ല. നാരദാദികൾ പ്രത്യേകിച്ച് അതേപോലെ പ്രഹ്ലാദൻ, സനകാദികൾ ഒക്കെ ചെറുപ്പത്തിൽ ഭഗവത് സേവ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. പ്രഹ്ലാദൻ്റെ ഉപദേശത്തിൽ പറയണില്ലേ, കുട്ടികളെ എപ്പോൾ തുടങ്ങണം ഭഗവത് സേവ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. നമ്മൾ ചുടലേക്ക് എടുക്കാറാകുമ്പോൾ തുടങ്ങണത് പോയി, അതല്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ പുറപ്പെടാം നിശ്ചയിച്ച് അവർ നാരായണ സരസിലേക്ക് പുറപ്പെടുന്നതാണ്. വഴിക്ക് വെച്ച് കണ്ടു നാരദ മഹർഷി, നിങ്ങളെങ്ങടാ പുറപ്പെട്ടത്? ഞങ്ങൾ ഗുരുവായൂരപ്പനെ സേവിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ചെറുപ്പത്തിലോ? എന്താ ലക്ഷ്യം? മറ്റൊന്നുമല്ല, അവിടുത്തെ സേവിക്കുക തന്നെയാണ് ലക്ഷ്യം, സംശയമൊന്നുമില്ല. അപ്പോൾ നാരദന് തോന്നിയത്രേ, ഈ സന്യസിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായ അപ്പം സ്വാമിയായിട്ട് ഇറങ്ങായി. അങ്ങനെയല്ല, സന്യസിക്കണമെങ്കിൽ അതല്ലോ. എന്തെങ്കിലും കേസിൽപ്പെട്ട പിറ്റേ ദിവസം പോലെ കാവ് കൊണ്ടെടുത്ത് ഇറങ്ങായി, സന്യാസിയായി. ഇതാണ്. ആ കുംഭമേളയിലൊക്കെ ഒന്ന് പോകണട്ടോ. സന്യാസി എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെയൊക്കെ പോകണം. അതാണ് ആ കാവി എന്നുള്ള നിറത്തെ കൂടി വഷളാക്കി നമ്മൾ. അത്ര അപകടമാക്കി. അങ്ങനെയല്ല. എന്തെങ്കിലും പ്രശ്നമല്ല, അതീത് ഒളിച്ചോടാൻ വേണ്ടി കാവ് കൊണ്ട് കൊടുക്കുക. അങ്ങനെയല്ല. വൈരാഗ്യം വിരക്തി വേണ്ടവണ്ണം വന്നിട്ട് വേണം സന്യസിക്കാൻ ആണ് നിയമം. പഞ്ചമകാരങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 5:30 തീരില്ല, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. പഞ്ചമകാരങ്ങൾ അല്ലേ? ആ അഘോരികളില്ലേ, പഞ്ചമകാരങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് അവർക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. നമ്മളാണെങ്കിൽ എവിടെ വല്ല വെച്ച് കണ്ടാൽ ഒന്നും ചിരിക്കില്ലേ അവർക്ക് ആവശ്യമില്ല. ആ നിലയിലേക്ക് പഞ്ചമകാരങ്ങളെയൊക്കെ ജയിച്ച് എത്തിയ ആൾക്കാർ അഘോരികൾ. കുംഭമേളയില്ലേ, എന്താ ഘോരമില്ലാത്തവർ ആ നിലയിലേക്ക് എത്തിയാണ്. പഞ്ചമകാരങ്ങൾ മദ്യം അല്ലേ, മൈഥുനം, മാംസം, മുദ്ര തുടങ്ങിയിട്ടുള്ള 5 മകാരങ്ങൾ അവരത് ഉൾക്കൊണ്ട് കഴിഞ്ഞ ആൾക്കാരാണ് എന്നർത്ഥം. അപ്പോൾ ആ നിലയിലേക്ക് എത്തിയവർ. അപ്പോൾ ഇവിടെ വിരക്തി വന്നിട്ട് സന്യസിക്കണമെന്നാണ് നിയമം. വിരക്തി വേണ്ടവണ്ണം വരണമെങ്കിൽ ജ്ഞാനം ഉറയ്ക്കണം, സംശയമൊന്നുമില്ല. അത് പരിശോധിക്കാനാണ് വാചക്കൂടം എന്ന് പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നാരദ മഹർഷി. ഒരു പുരുഷൻ മാത്രമുള്ള രാജ്യം, ബ്രഹ്മം, അകത്തേക്ക് കടക്കാൻ മാത്രം വാതിലുള്ള ഗുഹ, അകത്തേക്ക് കിടക്കാൻ മാത്രം വാതിലോ? ഇന്നിപ്പോൾ ഏത് വീട് പണിതാലും പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാതിലുണ്ടാവും പുറകോട്ടിറങ്ങാൻ. ഇതങ്ങനെയല്ല, അകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് ഇല്ല, അതുകൊണ്ട് വാതിലും ഇല്ല. ഏതാ? മോക്ഷം നസ പുനരാവർത്തത. ഏത് നിയമമാണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. അത് കൃത്യ മറുപടിയാണ് കുട്ടികളുടെ. അപ്പം തോന്നി വൈരാഗ്യമൊക്കെ വന്നു, ജ്ഞാനം ഉറച്ചു. നാരദൻ കൊണ്ടുപോയി സരസിലാക്കിയിട്ട് അവർക്ക് സേവിക്കാനുള്ള മന്ത്രോപദേശം കഴിഞ്ഞ് അവരൊക്കെ സന്യാസിമാരായിട്ട് ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് ദക്ഷന് തോന്നി സൃഷ്ടി ഒന്നും കൂടി വേണം നിശ്ചയിച്ച് സബളാശ്വന്മാരെന്ന് പ്രസിദ്ധരാകുന്ന 1000-കണക്കിന് കുട്ടികൾക്ക് വീണ്ടും ജന്മം കൊടുത്തു. അവർക്കും തോന്നി എത്ര ചെറുപ്പത്തിലെ ഏട്ടന്മാരുടെ മാർഗ്ഗമാണ് ശ്രേയസ്സിൻ്റെ മാർഗം. പുറപ്പെടാ. അവരും പുറപ്പെട്ടു. നാരദൻ കണ്ടുമുട്ടി പരിശോധിച്ചു. അതിൽ നാരദൻ തോറ്റു. എന്താ, സന്യാസിമാരാണ് യോഗ്യന്മാരാണെന്ന് ബോധ്യത്തോടെ അവരെ കൊണ്ടാക്കി അവരും ഭഗവാനെ സേവിക്കാൻ തുടങ്ങി. ഇത്ര അറിഞ്ഞപ്പോൾ ദക്ഷന് ദേഷ്യം വന്നു എന്നാണ്. ഈ നാരദൻ മുഖാന്തരം കുട്ടികളൊക്കെ സന്യസിച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ കഥ?
ഞാൻ മരിച്ചാൽ എൻ്റെ പിണ്ടം വയ്ക്കാനും ചാത്തോട്ടാനും ആളില്ലാണ്ടാവല്ലോ എന്ന് ഓർത്തിട്ടാണ് ശപിച്ചത്. എന്താ അത്? ത്രയാണാം എന്നിവിടെ പറയുന്നുണ്ട്, അമീമാംസ കർമ്മണാം. ഇതാണ് ശപിക്കാൻ കാരണം. ഇതാണ് സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചാത്തോട്ടില്ല. സന്യാസിമാർക്ക് ശ്രാദ്ധം വേണ്ട എന്നാണ് നിയമം. എല്ലാം ത്യജിച്ച ആൾക്കാരാണല്ലോ, സ്വന്തം പിണ്ടം വച്ചിട്ടാണ് സന്യാസിയായിട്ട് ഇറങ്ങുക. ആ ആൾക്ക് പിന്നെ വേറെ ആളുടെ പിണ്ടം വെക്കണേൽ അർത്ഥമില്ല. അതാണ് നിയമം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ സന്യാസിമാരൊക്കെ പൊണൂരിട്ട് കിടക്കുകയാണ്. അവരത് ഉപേക്ഷിച്ചിട്ടാണ് സാധാരണ സന്യസിക്കുക. നിശ്ചയില്ല കേട്ടോ എനിക്ക്. ഏതായാലും ആ നിലയിൽ അവർക്ക് പിന്നെ ഇത് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താ, താൻ മരിച്ച കുട്ടികൾ തൻ്റെ ശ്രാദ്ധ കുട്ടിലും താൻ നരകത്തിൽ പോകേണ്ടവരില്ലേ? പൊന്നാംന നരകാത്രായത്തെ ഇതി പുത്രശബ്ദ. ഇതാണ് നിയമം. അച്ഛൻ മരിച്ച് കുട്ടികൾ വേണ്ടോണം കർമ്മം ചെയ്തില്ല എങ്കിൽ അച്ഛൻ പോകേണ്ട നരകത്തിൻ്റെ പേരാണ് പുത്ത്, നരകത്തിൻ്റെ പേര്. അവിടുന്ന് അച്ഛനെ ഉദ്ധരിക്കണ ആൾ. അതുകൊണ്ടാണ് മകന് പുത്രൻ എന്ന് പേര് പറയാൻ കാരണം. കഷ്ടം, ഞാൻ നരകത്തിൽ കിടക്കേണ്ടവരില്ലേ എന്ന് ദേഷ്യം വന്ന് ദക്ഷൻ ശപിച്ചു എന്നാണ് നാരദനെ. എവിടെയെങ്കിലും അധിക സമയം ഇരിക്കാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ അപ്പം തലവണ്ട പൊട്ടി തെറിക്കട്ടെ ശാപം. നാരദൻ തൊഴുതു, നന്നായി എന്നാണ്. നമ്മളാണെങ്കിൽ വെറുതെ വിടുമോ? ഇല്ല, അത് അനുഗ്രഹമായിട്ട് കണക്കാക്കി. കാരണം എന്താ, എവിടെ ഇരിക്കണ്ടല്ലോ, സഞ്ചരിച്ചുകൊണ്ടാവാലോ, വിരോധമൊന്നുമില്ലല്ലോ. പര്യടാമിത ഓർക്കായൻ ലീലാം ഭുവനഭാവനിം. അങ്ങനെ ലോകത്ത് മുഴുവൻ ഭഗവാന്റെ കഥകൾ പാടി നടക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കി നാരദ മഹർഷി. ഇതാണ് ആ ദക്ഷൻ പിന്നീട് പെൺകുട്ടികൾക്ക് 60 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. ആ പെൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയായപ്പോൾ അവർക്ക് പലർക്കും ആയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. 10 പേരെ ധർമ്മദേവന്, 13 പേരെ കശ്യപ പ്രജാപതിക്ക്, 27 പേരെ ചന്ദ്രന്, ഭൂതന്, ക്രശാശ്വൻ, അങ്കിരസ്, ഈ 2 വീതം. താശ്യായ ജാപരാഹ. ബാക്കി 4 പേര് താശ്യനായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ദക്ഷപുത്രിമാരുടെ വംശമാണ് ഇന്നിപ്പോൾ കാണുന്ന സർവ്വചരാചരങ്ങളും. ദേവന്മാർ, അസുരന്മാർ, പട്ടി, പൂച്ച, ചെടികൾ, ഇങ്ങനെയില്ലേ, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ വാസ്തവത്തിൽ ദക്ഷപുത്രിമാരുടെ വംശത്തിലുണ്ടായതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ്റെ ഒരു മഹാവാക്യമുണ്ട്, ഇപ്പോൾ കേൾക്കാറൊന്നുമില്ല. അത് ഏകോദര സഹോദരന്മാരാണ് എന്നുള്ളത് മറക്കരുത് എന്ന് ആദ്യം പറഞ്ഞ ആളാണ് ഗുരുദേവൻ. എന്താ, ഒരു ഉദരത്തിൽ നിന്ന് വന്ന ചേടത്തി അനീത്തി മക്കളാണ് സർവ്വജീവജാലങ്ങളും. ഇതാണ് വേദത്തിൽ പറയുന്നുണ്ട്. സൃഷ്ടി എന്ന പ്രക്രിയ ഭഗവാൻ നടത്തിയത് വാസ്തവത്തിൽ പരസ്പരം ഭാവയന്ത, പരസ്പരം ബഹുമാനിക്കുക, ആദരിക്കുക, വന്ദിക്കുക, അതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടി. അല്ലാണ്ട് തമ്മിൽ തല്ലി ചാവാൻ വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതല്ലേ, മൃഗത്തെ കണ്ടാൽ നമ്മൾ പൂജിക്കണില്ലേ, വന്ദിക്കണില്ലേ? പശുവിനെ ഇല്ലേ, ആൽമരത്തെ പൂജിക്കണില്ലേ? ഈ സംസ്കാരം സനാതനമായ ഭാരതീയ സംസ്കാരത്തിലല്ലാണ്ട് വേറെ എവിടെയാണ് കിട്ടുക? കാരണം എന്താ, അതാണ് സങ്കല്പം. അതുകൊണ്ട് ഒരേ ഉദരത്തിൽ നിന്ന് വന്ന ചേടത്തിയനീത്തി മക്കളായിട്ടാണ് സർവ്വജീവജാലങ്ങളും. അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുക, വന്ദിക്കുകയാണ് വേണ്ടത്. അതിനാണ് സൃഷ്ടി ഉണ്ടായത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അസുരന്മാരും ദേവന്മാരും കണ്ടുമുട്ടി അപ്പം അവിടെ തമ്മിത്തല്ലായി, കലഹമായി എന്നർത്ഥം. അങ്ങനെ എന്താ കാരണം, കഴിഞ്ഞ ജന്മത്ത് ശിവചിന്ത ചെയ്ത് തലമണ്ട തെറിച്ചില്ലേ, ആ ദുഷ്വാസന പോരായ്മ ഇപ്പോഴും കിടക്കണ കാരണം ഇത്രയും മക്കളുണ്ടായിട്ട് സ്വൈരം എന്നുള്ളത് ദർശനം കിട്ടിയിട്ടില്ല. അതാണ് കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ? പണ്ട് ചെയ്ത ഡിപ്പോസിറ്റ് കിടക്കുക ശിവനിന്ദയുടെ, അതിപ്പോഴും വേണ്ടി വന്ന കാരണം സ്വൈരം എന്നുള്ളതില്ല. വീട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് എല്ലാവർക്കും സമാധാനം എന്ന്, അത്ര ഉള്ളതാണ്. സമാധാനം എന്നുള്ളത് ലെവലേശം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. മനസ്സായോ? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ശിവനിന്ദ എന്ന കുരുത്തക്കേട്ടിൻ്റെ ഫലം തലമുറയിലേക്ക് അനുഭവിക്കും. അപ്പം നമ്മളെന്തെങ്കിലും ചെയ്താൽ നമുക്കല്ല, ചിലപ്പോൾ മക്കൾക്കാവും അറിഞ്ഞ് കിട്ടാമെന്ന് ഓർത്ത് വേണം ചെയ്യാൻ. അതാണ്, അത്രയുണ്ട് കർമ്മഫലത്തിൻ്റെ ശക്തി എന്നുകൂടി ഭാഗവതം സൂചിപ്പിക്കുകയാണ് എന്നർത്ഥം. അത് പറഞ്ഞു പോകുമ്പോഴാണ് ദ്വാദശാദിത്യന്മാരെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനമാണ് ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിന് രചന എന്നു പേരാകുന്ന പെൺകുട്ടിയിൽ ഒരു ഉണ്ണിയുണ്ടായി. വിശ്വരൂപൻ എന്നാണ് പേര്. ഈ വിശ്വരൂപനെ ദേവന്മാർ ഒരിക്കൽ ആചാരനായിട്ട് സ്വീകരിക്കേണ്ടായി നാം. അപ്പോൾ ചോദിച്ചു അത്രേ, അല്ല ഇപ്പം ദേവന്മാർക്ക് സ്വതവേ തന്നെ ഒരു ആചാരനുണ്ട്, ബൃഹസ്പതി വ്യാഴാചാര്യൻ ഇല്ലേ?
എന്നിട്ടെന്താ ആളെ മാറ്റി മറ്റൊരാചാരനെ സ്വീകരിക്കാൻ എന്താണ് കാരണം? അപ്പാണ് ദേവേന്ദ്രൻ്റെ കുരുത്തക്കേടിൻ്റെ കഥ പറഞ്ഞു. ശ്രീമതവിക്രിയ എന്നാണ് വേദവ്യാസൻ്റെ പദപ്രയോഗം. ശ്രീമതം അതെത്രമാത്രം അപകടമാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം. രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, മദ്യത്തേക്കാൾ അപകടമാണ് മതം എന്നാണ്. മദ്യം കുഴപ്പമില്ല, സേവിച്ചാക്കേ കുഴപ്പമുള്ളൂ, കണ്ടുകൊണ്ട് നിൽക്കണ ആക്കില്ല. പക്ഷെ ശ്രീമതം, ഐശ്വര്യത്തിൻ്റെ മതം തലയ്ക്കങ്ങോട്ട് പിടിച്ചാൽ പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക നിശ്ചയില്ല. അതിൻ്റെ കഥയാണ് പറഞ്ഞത് എന്നർത്ഥം. ഈ ദേവേന്ദ്രൻ ഒരിക്കൽ ധർമ്മപത്നിയോടൊപ്പം ഇരിക്കുമ്പോഴാണ് സഹാധാസനയാ വൃഷം പൗലോമ്യ സഹാധാസനയാ വൃഷം ഭാര്യ സജീദേവിയോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഗുരുനാഥനായിട്ട് ബൃഹസ്പതി മുഖം കാണിക്കാൻ വേണ്ടി വധൂതാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്ദിക്കുകയൊക്കെ അല്ലേ വേണ്ടത്, ഗുരുനാഥനല്ലേ. അതൊക്കെ ഐശ്വര്യം തലയ്ക്ക് പിടിച്ചപ്പോൾ അതൊക്കെ മറദൂതാണ്. എന്താണ്? ശ്രീമതം കൊണ്ട് വന്ദിക്കേണ്ടവരെ വന്ദിക്കാണ്ടിരിക്കുക, ആ നിലയിൽ നിന്ദിക്കുകയുണ്ടായത് എന്നർത്ഥം. അപ്പോൾ ദേവേന്ദ്രനെ ആലോചിക്കുക, ഈ ഗുരുനാഥനിപ്പോൾ കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ എഴുന്നേക്കണം, ചെന്ന് കേമായിട്ട് കാല് കഴിക്കുക സ്വീകരിക്കുകയൊക്കെ വേണമല്ലോ. എന്നാൽ ഒരു കാര്യം, എഴുന്നേക്കാണ്ടിരുന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നങ്ങോട്ട് തോന്നി. ഇതാണ് നമ്മുടെയൊക്കെ കുരുത്തക്കട പറയണത് എന്നർത്ഥം. അതാണ് അധികാര വർഗങ്ങളുടെ മുഴുവൻ കഥയായിട്ടാണെന്നർത്ഥം. ആ കസേരയും അങ്ങോട്ട് കയറിയാൽ പിന്നെ അയാം ദ എന്ന നിലയിലേക്ക് എത്തിയാലുള്ള കഥ എന്താ? അയാം ദ സ്റ്റേറ്റ് കേമില്ല. ആ നിലയിലേക്ക് അങ്ങോട്ട് വന്നാലുള്ള കഥ എന്താ? അതാണ് വന്ന വഴി മറന്നുള്ള പെരുമാറ്റം. ബൃഹസ്പതിക്ക് കാര്യം മനസ്സിലായി. ഓഹോ, ഐശ്വര്യക്കായപ്പോൾ നിനക്ക് എന്നെയൊക്കെ നിന്ദിക്കാൻ തോന്നിയില്ലേ, എന്നാൽ ആയിക്കോട്ടെ. തിരസ്കരണി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബൃഹസ്പതി അന്തർധാനം ചെയ്തു. ദേവന്മാർക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും കാണാം. ആ നിലയിൽ അന്തർധാനം ചെയ്തു. ഈ സന്ദർഭം നോക്കിയിട്ടാണ് അസുരന്മാർ സ്വർഗം ആക്രമിക്കാൻ പുറപ്പെടാതെ കണ്ടപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, മറ്റൊരു ആചാര്യനെ സ്വീകരിക്കുകയാണ് ഭേദം. അല്ല, മറ്റൊരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ മറ്റു യോഗ്യതയുള്ള ഒരാൾ വേണ്ടേ? പറഞ്ഞു ബ്രഹ്മദേവൻ, യോഗ്യതയുള്ള ആളുണ്ട്, വിശ്വരൂപൻ എന്നാണ് പേര്. അസുര കുടുംബത്തിൽപ്പെട്ട ആളാന്നേ ഉള്ളൂ, പക്ഷേ യോഗ്യതയ്ക്കൊരു കുറവുമില്ല. ക്ഷണിച്ചു കൊണ്ടുവന്നോളൂ എന്ന നിലയ്ക്ക് ദേവന്മാർക്ക് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു ബ്രഹ്മദേവൻ. ആ സമയം ദേവന്മാരെല്ലാവരും ചെന്ന് ഈ പറഞ്ഞ വിശ്വരൂപനെ കണ്ടൂതാം. ഇവിടെ പറയുന്നുണ്ട്, ആചാര്യോ ബ്രഹ്മണോ മൂർത്തി പിതാമൂർത്തി പ്രജാപതേ ഭ്രാതാ മരുൽപതേ മൂർത്തി മാതാ സാക്ഷാൽ ക്ഷിതേസ്തനു. ആചാര്യൻ ബ്രഹ്മസ്വരൂപം, പിതാവ് ബ്രഹ്മദേവൻ, ഭ്രാതാവ് ദേവേന്ദ്രൻ, മാതാവ് ഭൂമിദേവി, സഹോദരി സ്ഥാനം ദയ, സ്വയം വന്ന അതിഥി എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് തുല്യമാണ്. അതുകൊണ്ട് എല്ലാ ഭഗവത് സ്വരൂപമായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, അങ്ങ് ആചാര്യനായിട്ട് വരണം എന്നാവശ്യപ്പെട്ടതാണ്. അപ്പോഴാണ് വിശ്വരൂപൻ ആലോചിച്ചു, ഈ ആചാര്യനായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തരക്കേടൊന്നുമില്ല, നോട്ടീസിൽ പേര് വയ്ക്കും, തലയെക്കെട്ടുമൊക്കെ ഉണ്ടാവും, വളരെ കേമാണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ വിഗർഹിതം ധർമ്മശീലൈ ബ്രഹ്മവർത്ത ഉപവ്യയം. പൗരോഹിത്യം സ്വതവേ നിന്ദ്യമായിട്ടുള്ള ഒന്നാണ് എന്നാണ്. എന്താ കാരണം? വെറുതെ പറയില്ലല്ലോ, കാരണമുണ്ട്. മറ്റുള്ളവരെന്തെങ്കിലും പോരായ്മ ചെയ്താൽ അതിൻ്റെ ഫലം മുഴുവൻ കിട്ടാർക്കാ? ആചാര്യനാണ്. അതാണ് പ്രശ്നേ. അതാണ് ആചാര്യസ്ഥാനം തിരക്കേണ്ടതൊന്നുമില്ല. മറ്റുള്ളവർ ചെയ്ത പോരായ്മകളുടെ ഫലം മുഴുവൻ അനുഭവിക്കണ ആരാ? ആചാര്യനെ അനുഭവിക്കുള്ളൂ. അതല്ലേ ഈ തന്ത്രിമാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞേച്ച് പൂജ കഴിക്കുമ്പോൾ അയാൾ തെറ്റ് ചെയ്താൽ അടി കിട്ടണ തന്ത്രിക്കുക, അതാ വ്യത്യാസേ. അതാണ് ആചാര്യസ്ഥാനത്ത് ഉള്ളവർ മറ്റുള്ളവർ ചെയ്യുന്ന വൈകല്യം മുഴുവൻ ബാധിക്കുന്നത് ആചാര്യനെയാണ്. അതുകൊണ്ട് അത്ര സുഖമായിട്ടുള്ള ഒന്നല്ല പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ പറയണത്, എന്നാലും ആശയമായിട്ട് വന്നിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അത് തട്ടിക്കളയുക എന്നുള്ളത് വയ്യ. ശരി, സ്വീകരിക്കാൻ നിശ്ചയിച്ച് വിശ്വരൂപനെ ആചാര്യനായിട്ട് അങ്ങനെ വരിച്ചൂതാണ്. പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആചാര്യവരണം എന്ന് കേട്ടിട്ടില്ലേ?
നോട്ടീസിലൊക്കെ കാണാം ഉത്സവത്തിന് മുമ്പ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ച ഒരാളോട്, ഈ ആചാര്യൻ വരണം എന്ന് കണ്ടല്ലോ നോട്ടീസിൽ, എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ആചാര്യൻ കാറിൽ വരണം എന്ന്. ഓ, വീട്ടിൽ നിന്ന് കാറിലല്ലേ വന്നത്? അല്ലല്ലോ. അതെ, ഹിന്ദുവിൻ്റെ ഈ സംഗതി എന്താണെന്നൊന്ന് പിടികിട്ടണ്ടേ. അമ്പലത്തിൽ പോയി കാണാനൊക്കെ തൊഴുതു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ചടങ്ങിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വരട്ടെ അവന്? ഇല്ല. അതല്ലേ ആചാര്യന് പവിത്രവും കൂർച്ചവും കൊടുത്ത് വരിക്കുക, അതാണ് ആചാര്യവരണം. സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നർത്ഥം. അപ്പോഴേ ആവുള്ളൂ. അതാണ് കർമ്മത്തിന് ഒരാളെ ആചാര്യനായി നിഷ്കർഷിച്ചുകൊണ്ട് വേണം. പൗരോഹിത്യ വ്യവസ്ഥതയിലാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ, അല്ലേ? ചായ പറ്റിയില്ലേ? ആരും ഒന്നും മിണ്ടണില്ലാത്തത് അല്ലേ? അതെ, സംശയമൊന്നുമില്ല. ഇപ്പം കൈമുക്ക് വൈദികൻ്റെ അച്ഛൻ മരിച്ചു നിൽക്കുക, മനസ്സിലായില്ലേ? വൈദികന്മാർ ടോപ്പായിട്ടുള്ളതാണല്ലോ കൈമുക്ക് വൈദികൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചാൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് ശവസംസ്കാരം നടത്താൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? അദ്ദേഹമൊക്കെ പഠിച്ച് പാസ്സായാണല്ലേ, ഇവരെ നടത്താൻ പാടില്ലേ? പറ്റില്ലല്ലോ. ആ കുടുംബത്തിന് പൗരോഹിത്യമായിട്ട് ഒരു പുരോഹിത സ്ഥാനത്തൊരാളുണ്ടാവും. അദ്ദേഹം പറഞ്ഞു തന്ന് വേണം ചെയ്യാൻ. അങ്ങനെയല്ലേ നിയമം? അങ്ങനെയല്ലേ? അതിനാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞേക്കുന്നത്. എന്താ സംശയമുള്ളത്? അപ്പോൾ ഒരു ഗുരുനാഥൻ മുഖാന്തരം പറഞ്ഞു തന്ന് അനുഷ്ഠിക്കേണ്ടതാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ. അങ്ങനെയൊക്കെയല്ലേ മരിച്ച കർമ്മങ്ങൾ ഒരാൾ പറഞ്ഞു തരല്ലേ, എന്നിട്ടല്ലേ ചെയ്യണത്? ഒക്കെ പഠിച്ച് MBBS പാസ്സായിരിക്കുക പറഞ്ഞാൽ പറ്റുമോ? ഇതല്ലോ. അപ്പോൾ ഒരു ഗുരുനാഥൻ മുഖാന്തരം, ഒരു ആചാര്യൻ മുഖാന്തരം ഉള്ളൊരു വ്യവസ്ഥതയാണ് ഹിന്ദുവിൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ? അപ്പോൾ ആ കർമ്മത്തിന് ഒരാൾ അധികാരം കൊടുത്ത് അയാളെ സ്വീകരിക്കുകയാണ്. അതല്ലേ ആചാര്യവരണം. അങ്ങനെ വിശ്വരൂപനെ ആചാര്യനായിട്ട് ഭരിച്ചു. ആ വിശ്വരൂപൻ നഷ്ടപ്പെട്ട ഐശ്വര്യാദികൾ ദേവന്മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഉപദേശിച്ച ഒന്നാണ് ഈ നാരായണ കവചം. ഇവിടെ പറഞ്ഞതാണല്ലോ, ആചിത്യതാൻ മഹേന്ദ്രായ വൈഷ്ണവ്യ വിദ്യയാ വിഭൂം. വൈഷ്ണവ വിദ്യ ഉപദേശിച്ചുതാ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 12 നാമങ്ങളും വിസ്തരിച്ച് പറയാൻ സമയമില്ല. ദ്വാദശാക്ഷരി പൂജ, ദ്വാദശി തിഥി ഒക്കെ വിഷ്ണുവിന് പ്രാധാന്യപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ ദ്വാദശാക്ഷര പൂജയിൽ ഒരു ക്രമം പറയുന്നുണ്ട്. ആ 12 നാമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്. കേശവൻ തൊട്ട് ദാമോദരൻ വരെയുള്ള 12 നാമങ്ങൾ സ്പഷ്ടമായിട്ട് ഈ നാരായണവച മന്ത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ 1-2 മാത്രം പറയാം. കേശവൻ മാം കേശവോ ഗതയാ പ്രാതരവ്യാൽ. ഭഗവാന്റെ കേശവൻ എന്ന രൂപം പ്രഭാതത്തിൽ ഗത കൊണ്ട് ഉള്ള രൂപം എന്നെ രക്ഷിക്കണേ. ഇപ്പോൾ കേശവൻ. നാരായണൻ നാരായണ പ്രാന്ന ഉദാത്ത എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പുള്ള കാലഘട്ടമാണ് പ്രാന്നം എന്ന് പറഞ്ഞ് നാരായണനാകുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. മാധവ സായം ത്രിധാമാവതു മാധവ. സായം കാലത്ത് മൂർത്തി മാധവനായിട്ടുള്ള ആൾ എന്നെ രക്ഷിക്കട്ടെ. ഗോവിന്ദ ആസംഗവമാത്തവേണു. സംഗവകാലം എന്ന് പറയും. പന്തീരടിക്ക് ഉള്ള ഘട്ടമാണ് ഈ സംഗവകാലം എന്ന് പറഞ്ഞാൽ. വിഷ്ണു മധ്യന്തനെ വിഷ്ണു അരീന്ദ്രപാണി. മധുസൂദനൻ ദേവോപരാന്നേ മധുഹോഗ്രധന്വാ. മധുസൂദനൻ ത്രിവിക്രമൻ ത്രിവിക്രമ ഖേവധു വിശ്വരൂപ. വാമനൻ സ്ഥലേഷു മാ അവധു വടു വാമനോവ്യാൽ. ശ്രീധരൻ ശിവസധാമാവരാത്ര ഈശ. പാതിരയ്ക്ക് ശേഷം ശിവസുതനാകുന്ന ഈശൻ എന്നെ രക്ഷിക്കട്ടെ. ഋഷികേശ ദോഷേ ഋഷികേശ. പിന്നെ പത്മനാഭ 11ാമത്തെ നാമാണ്. നിശീത ഏകോവധു പത്മനാഭ. പിന്നെ അവസാനത്തെ 12ാമത്തെ നാമം ദാമോദരൻ. ദാമോദരോവ്യാൽ അനുസന്ധ്യാം പ്രഭാതേ. പ്രഭാതത്തിൽ ദാമോദരനാകുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ഇപ്പോൾ ദ്വാദശാക്ഷരി പൂജ അല്ലെങ്കിൽ ദ്വാദശ നാമപൂജയിൽ 12 നാമങ്ങളും ചേർന്ന ഓരോരോ വിഷ്ണുവിൻ്റെ നാമങ്ങൾ രക്ഷയായിട്ട് വരട്ടെ എന്ന പ്രാർത്ഥന. ഇതാണ് നാരായണ കവചം. ഇതിൻ്റെ മഹാത്മ്യമൊന്നും വാക്കാലൊന്നും പറഞ്ഞാൽ തീരില്ല.
ഒരു കഥ പറയാം എന്നാണ്. ഈ നാരായണവചം ജപിച്ച് സിദ്ധി വരുത്തി യോഗീശ്വരൻ പണ്ടുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം മരിച്ചപ്പോൾ കർമ്മം ചെയ്യാനൊന്നും ആളില്ല. എല്ലും കൂടം നദിയുടെ തീരത്ത് കിടക്കുമ്പോഴാണ് ഒരു ഗന്ധർവൻ വിമാനത്തിൽ കയറി ആ വഴിക്ക് വന്നൂതാണ്. ഈ എല്ലുംകുട്ടിയുടെ മുകളിൽ വന്ന വിമാനം പറത്താൻ പറ്റാതെ കണ്ട് വിഷമിച്ചു. ബാലകല്യന്മാരെന്ന് പ്രസിദ്ധരാകുന്ന 60,000-ഓളം പേരാണ് ബാലകല്യന്മാർ. അങ്കുഷ്ടമാത്രം ഒരു പെരുവരലിൻ്റെ അത്ര വലിപ്പമുള്ളൂ, പൊക്കമുള്ളൂ. ആ ലുട്ടാപ്പിമാർ 60,000 പേരാണ്. അവർ പറഞ്ഞു അത്രേ, ഈ കിടക്കണ എല്ലും കൂടത്തിൻ്റെ മഹത്വമുണ്ട്. എന്താ അത്? നാരായണകവചം എന്ന മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ യോഗീശ്വരൻ്റെ എല്ലും കൂടാണ് കിടക്കണത്. അതങ്ങ് കവച്ചു വയ്ക്കാൻ പുറപ്പെട്ടില്ലേ, അതാണ് അപകടമായത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് യാത്ര തുടരാം എന്ന് ബാലകല്യന്മാർ പറഞ്ഞനുസരിച്ച് ചിത്രരഥൻ്റെ പേരാകുന്ന ഗന്ധർവൻ അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് യാത്ര തുടർന്നു. ഇതാണ്. അപ്പോൾ നോക്കൂ, നാരായണകവചം എന്ന മന്ത്രം ജപിച്ച് ഉപാസിച്ച് സിദ്ധി വരുത്തി യോഗീശ്വരൻ്റെ എല്ലും മുട്ടിയുടെ ശക്തിയാണ് പറഞ്ഞത്. അപ്പം അത് ജപിക്കണ ആളുടെ ശക്തി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, അല്ലേ? നാമമാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. 12 പേര് ഗുരുവായൂരപ്പൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം അറിയാൻ വേണ്ടി പുറപ്പെട്ടു. അത്രേ ഉള്ളൂ, പുറപ്പെട്ടു എന്നേ ഉള്ളൂ, അറിഞ്ഞു എന്ന് പറഞ്ഞില്ല. തേ അഭി നവ എന്നാണ്. അവർ പോലും പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നവിദു സ്പഷ്ടമായ 12 പേര് ചില പരീക്ഷകളിലില്ലേ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഓരോ 12 പേര് പങ്കെടുത്തു. അതിൽ ധർമ്മദേവനും അതിൽ പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹത്വം, നാമിയാകുന്ന ഭഗവാന്റെ മാഹാത്മ്യം പറയാൻ വയ്യ, പിന്നെ എങ്ങനെയാണ് നാമത്തിൻ്റെ മാഹാത്മ്യം പറയാൻ പറ്റുക? അതുകൊണ്ട് അതിൽ പങ്കെടുത്തവർ എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ജപിച്ച് സിദ്ധി വരുത്തിയ യോഗീശ്വരൻ്റെ എല്ലും മുട്ടിക്ക് ഇത്ര ശക്തിയാണ് എങ്കിൽ അത് ജപിച്ചാളുടെ ശക്തി എന്താവും? അത്ര മാഹാത്മ്യം ഈ മന്ത്രത്തിനുണ്ട്. യൈതം ശൃണുയാൽ കാലേ യോ ധാരയതി ചാതൃത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയ. ഇത് കേൾക്കുക, പഠിക്കുക ഒക്കെ ചെയ്താൽ എല്ലാ ജീവജാലങ്ങളും നമസ്യന്തി തം നമസ്യന്തി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളും നമസ്കരിക്കുന്നതാണ്. അത്ര ശക്തിയാണ് ഈ നാരായണ കവചം എന്ന മന്ത്രത്തിന്. അത് ദേവന്മാർ ഉപദേശം കിട്ടി ജപിച്ച് ജപിച്ച് സിദ്ധി വരുത്തിയതാണ്. മന്ത്രങ്ങളൊക്കെ ഗുരുമുഖത്തെന്ന് ഉപദേശം കിട്ടി ജപിക്കണം എന്നാണ് നിയമം. കാരണം മന്ത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, നാമം പോലെയല്ല. മന്ത്രത്തിന് ഇന്ന ഇത്ര അക്ഷരങ്ങൾ എന്ന് ക്രമമുണ്ട്. അതിന് സ്വരപ്രാധാന്യ ആയിട്ടാണ് മന്ത്രങ്ങളൊക്കെ. നാമത്തിന് അങ്ങനെയില്ല. അതല്ലേ ഗുരുവായൂർ മരപ്രഭുവിൻ്റെ പ്രതിഷ്ഠ. അമരപ്രഭു എന്ന് ജപിക്കുന്നതിന് പകരം മരപ്രഭു എന്ന് പറഞ്ഞപ്പോൾ അതത്ര ശരിയായില്ല എന്നാണ്. ഗുരുവായൂരപ്പൻ പറഞ്ഞു രണ്ട് ശരിയാ, മരങ്ങളുടെ പ്രഭു ഞാനില്ല, എന്താ വ്യത്യാസമുള്ളത്? നാമമാവുമ്പോൾ കുഴപ്പമില്ല, മന്ത്രമാവുമ്പോൾ അതിന് സ്വരപ്രാധാന്യമുണ്ട്. അത് വേണ്ടവണ്ണം സ്വരിച്ചല്ലെങ്കിൽ അർത്ഥം മാറുന്നതാണ്. നമുക്കറിയാമല്ലോ, ഗായത്രിയൊക്കെ ജപിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഗായത്രി ജപമാണ്. നട റോഡിലും ചന്തയിലും ഒക്കെ ഗായത്രി ജപമാണ്, ഇല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പോൾ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ ജപിച്ചിങ്ങനെ വിടുക. ആ ഒരു യന്ത്രം ഫിറ്റ് ചെയ്തേക്കുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് അമ്പലത്തിലൊക്കെ എപ്പോഴും ജപ, മണ്ഡപത്തിലെ ഒരു യന്ത്രം ഫിറ്റ് ചെയ്ത്. കറണ്ട് പോയാൽ ജപമില്ല കേട്ടോ, കറണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. ന പ്രചോദയാ എന്നുവെച്ചാലോ എൻ്റെ ബുദ്ധി ഒരിക്കലും നേരാമണ്ണാവരുത്. പിന്നെ എങ്ങനെയാണ് നേരെയാവുക ഹിന്ദുക്കൾ? എനിക്ക് മനസ്സിലാവില്ല. ന പ്രചോദയാൽ, നാ കഴിഞ്ഞ് രണ്ട് കുത്തുണ്ട്, വിസർഗം എന്ന് പറയും സംസ്കൃതത്തിൽ. അത് ഉച്ചാരണത്തിൽ വന്നില്ലെങ്കിൽ പമ്പര വിഡിത്തായി. ന പ്രചോദയാൽ ഒന്നിച്ച് ചെല്ലിയാൽ ഒരിക്കലും നേരെയാവരുത് എന്നാണ്. പിന്നെ നേരെയാവൂ അല്ലേ? നമ്മൾ എന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും കൂടി ധ്യാനിക്കുന്നു. ധ്യായേമ എന്ന ക്രിയാപദത്തിൻ്റെ ആരുഷമാണ് ധീമഹി. ഇപ്പോൾ ക്രിയാപദം ധ്യായേമ എന്നാണ്, വയം എന്നാണ്. നമ്മളെല്ലാവരും ചേർന്ന് ധ്യാനിക്കുന്നു. അതാണ് സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ
താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. അല്ല നുമയാ, നുമ വയം എന്നല്ലേ കർത്താവ്, അപ്പോഴല്ലേ നുമ എന്ന് വന്നാലേ ശരിയാവുള്ളൂ. അതാണല്ലോ. അപ്പോൾ ധ്യായേമ എന്ന ക്രിയാപദത്തിൻ്റെ ആരുഷപദമാണ് ധീമഹി. സത്യം പരം ധീമഹി. ഭാഗവത ആരംഭത്തിലും അവസാനത്തിലും അതുതന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആ ഗായത്രിയിലേക്ക് ബന്ധിച്ചുകൊണ്ടാണ് എല്ലാ കഥകളും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ്, മന്ത്രങ്ങളാവുമ്പോൾ ആ ഉച്ചാരണം സ്വരം മാറിയാൽ അർത്ഥം മാറുകയാണ്. അമ്പലത്തിന് നടക്കി പോയിട്ട് പ്രാർത്ഥിക്കുക, നല്ലവണ്ണം വരയണമേ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ല വണ്ണം വരയണമേ, സംഗതി പോയില്ലേ, സംഗതി പോയി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ സ്വരപ്രാധാന്യം മന്ത്രങ്ങൾക്ക്. അതുകൊണ്ട് ഗുരുമുഖത്തൊന്ന് കേട്ട് ജപിക്കേണ്ടതാണ്. മന്ത്രങ്ങളൊക്കെ മനനാൽ മനനം ചെയ്തെടുത്താണ്. ഓരോ ഋഷീശ്വരന്മാരുടെ മനനത്തിൽ വന്നതാണ് മന്ത്രങ്ങൾ അല്ലേ. ഗാദിനോ വിശ്വാമിത്ര ഋഷി, അങ്ങനല്ലേ ഗായത്രി, അങ്ങനെയാണല്ലോ. അപ്പോൾ ഓരോ മന്ത്രത്തിനും ഇന്നന്ന ദേവതകൾ ഇന്നന്ന ഋഷിമാർ കണ്ടെത്തിയത്. നമ്മുടെ എല്ലാം അങ്ങനെയാണ്, ഋഷിദർശനമായിട്ടുള്ളതാണെന്നർത്ഥം. അതുകൊണ്ട് ഗുരുമുഖത്തൊന്ന് കേട്ട് പഠിച്ചു ദേവന്മാർ, അതിൻ്റെ ഫലം കിട്ടി. എല്ലാ ഐശ്വര്യങ്ങളും ദേവന്മാർക്കായി നാം. ഐശ്വര്യങ്ങൾ വന്നപ്പോൾ എന്തായി? കാര്യമായിട്ട് ആ ദേവേന്ദ്രാദികൾക്ക് ഐശ്വര്യം വന്നപ്പോഴാണ് തന്നെ സഹായിച്ച ആളാണ് വിശ്വരൂപൻ എന്നുള്ളതൊക്കെ മറന്നു. എന്നിട്ടാണ് വിശ്വരൂപൻ്റെ 3 ശിരസ്സുക്കളും അർത്ഥങ്ങോട്ട് ഇട്ടൂതാണ്. ത്രിശിരസ് എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ്. വേദത്തിലൊക്കെ പ്രതിപാദ്യമായിട്ടുള്ളൊരു കഥാഭാഗമാണ് ഈ വൃത്രാസുര ചരിത്രം. വേദത്തിൽ പുരൂരവസിൻ്റെ ഉർവശിയുടെ ഒക്കെ കഥകൾ, അതേപോലെ വൃത്രാസുരൻ്റെ കഥയും വേദസങ്കല്പത്തിൽ പ്രത്യേകം ഉള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ ത്രിശിരസ് 3 ശിരസ്സുക്കളെ അദ്ദേഹത്തിനുണ്ട്. സോമപീതം, സുരാപീതം, അന്നാദം. ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ശിരസ്സുക്കളാണ് അദ്ദേഹത്തിന്. അങ്ങനെ 3 ശിരസ്സുക്കൾ 3 വെട്ടിത്താഴെ ഇട്ടൂതാണ്. 3 തരം പക്ഷികളായിട്ട് പറന്നുപോയി. പക്ഷെ എന്ത് പറ്റി? അതിൻ്റെ ഫലം ദേവേന്ദ്രന് 3 മഹാപാപങ്ങൾ വന്നു ചേർന്നു. ഗുരുനാഥനെ നിഗ്രഹിച്ച ഫലം, ഗുരു നിന്ദയുടെ ഫലം, ഗുരുഹത്യ. ബ്രഹ്മജ്ഞനായിട്ട് ആളെയാണ് കൊന്നത് അല്ലേ. ബ്രഹ്മജ്ഞനായിട്ട് ആചാര്യനായിട്ട് വരിച്ച ആളെ നിഗ്രഹിക്കുകയല്ലേ ഉണ്ടായത്. കൊണ്ട് ബ്രഹ്മഹത്യാപാപം. സ്വന്തം സഹോദരൻ്റെ സ്ഥാനമല്ലേ വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഭ്രാതൃഹത്യ. അപ്പോൾ ഒറ്റ വെട്ടിന് 3 മഹാപാപങ്ങളായി. ഇത് ചെറിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോയിട്ട് ഇപ്പോൾ അവസാനം എന്തായി? 3 മഹാപാപങ്ങൾ വന്നു. നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. വേറെ ആളുടെ ഒരു തെറ്റിനെ നമ്മൾ ചൂണ്ടുമ്പോൾ 3 വിരലും ഇങ്ങോട്ട് ഇപ്പില്ലേ. ശ്രദ്ധിച്ചിട്ട് വേണം ചൂണ്ടാൻ. 3 മഹാപാപങ്ങളാണ് നമുക്ക്. അതുകൊണ്ടാണ് വേറെ ആളുടെ കുറ്റം നമ്മൾ കാണാൻ പോണത് എന്നർത്ഥം. അപ്പോൾ വേറെ ആളെ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കുക, 3 തരത്തിലുള്ള പോരായ്മകൾ നമുക്കുണ്ട്. അത് മറച്ചു വയ്ക്കാനാണ് നമ്മൾ വേറെ ആളെ കുറ്റം പറയാൻ പോകുന്നതല്ല. അപ്പോൾ ചെറിയൊരു തെറ്റിന് അതിൻ്റെ ഫലം 3 മഹാപാപങ്ങൾ ദേവേന്ദ്രന് വന്നുകൂടി. ഇനി പുറത്തിറങ്ങാൻ നിർത്തിയില്ല. അവസാനം ദേവേന്ദ്രൻ 4 പേർക്കായിട്ട് ഈ ബ്രഹ്മഹത്യാ പാപത്തെ ദാനം ചെയ്തുതാണ്. സ്ത്രീകൾക്ക്, വൃക്ഷങ്ങൾക്ക്, അതേപോലെ ഇവിടെ സമുദ്രത്തിന് ഒക്കെ ആയിട്ട്, ഭൂമിക്ക് ഒക്കെ ആയിട്ട് 4 പേർക്ക് ഭൂമി അമ്പു ധുമയോഷിഭ്യ ചതുർത്ഥ വ്യഭജൽ ഹരി 4 കൂട്ടർക്കായിട്ട് ദാനം ചെയ്തു എന്നാണ്. അതിൽ വൃക്ഷങ്ങൾ ഈ ബ്രഹ്മഹത്യാപാപം ഇങ്ങോട്ട് വാങ്ങിയതിൻ്റെ ഭവിഷ്യത്തായിട്ടാണ് കറ ഉണ്ടാവുക. വൃക്ഷങ്ങളിൽ കറയില്ലേ ഇല്ലേ, റബ്ബർ കറയില്ലേ. ബ്രഹ്മഹത്യാപാപമാണ്. ഇപ്പോൾ ഇത്തിരി വില കുറഞ്ഞേക്കാം ദൈവാധീനം. ബ്രഹ്മഹത്യക്ക് വില കുറഞ്ഞു ഇപ്പോൾ. അതാണ്. അപ്പോൾ അതാണ് ബ്രഹ്മഹത്യാപാപ ദോഷമാണ് വൃക്ഷങ്ങളിൽ കറയുണ്ടാവുക. നേരെ മറിച്ച് ആ വൃക്ഷങ്ങൾക്ക് ഈ ബ്രഹ്മഹത്യാപാപം വാങ്ങിയതിൻ്റെ ഫലമായിട്ട് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ദേവേന്ദ്രൻ. എന്താ? വൃക്ഷങ്ങൾ മുറിച്ചാൽ തന്നെ ഇങ്ങനെ കെടുത്തു വരില്ലേ, പൊടിച്ചു വരില്ലേ, അത് കൊടുത്തേക്കണ അനുഗ്രഹമാണ്. ഭൂമിയിൽ ചതുപ്പ് നിലങ്ങളുണ്ടാവണില്ലേ, ബ്രഹ്മഹത്യാപാപത്തെ ദാനം ചെയ്ത കാരണമാണ്. സമുദ്രത്തിൽ നുരയുണ്ടാവണില്ലേ, ബ്രഹ്മഹത്യാപാപം വാങ്ങിയ കാരണമുള്ള ദോഷമാണ്. പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ 4 കൂട്ടർക്കായിട്ട് ഈ ബ്രഹ്മഹത്യാപാപത്തെ വീതം വെച്ച് കൊടുത്ത് സമാധാനമായി എന്ന് വിചാരിച്ചു ദേവേന്ദ്രനാണ്. സമാധാനമായില്ല. എന്താ അത്? തൻ്റെ മകനെ
ഗുരുനാഥനായിട്ട് കൊണ്ടിരുത്തി നീ വധിച്ചില്ലേ? ത്വഷ്ടാവ് ദ്വാദശാദിത്യന്മാരിൽ 4ാമത്തെ ആളാണ്. ത്വഷ്ടാവിന് സഹിക്കുമോ? ആഭിചാര ഹോമം അങ്ങോട്ട് കഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കറുത്തിരുണ്ടൊരു സ്വരൂപം ഒന്ന് ഉയർന്നങ്ങോട്ട് വന്നു. അതാണ് വൃത്രാസുരൻ. ദേവന്മാർ കണ്ടു പേടിച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നേരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പാലാടി തീരത്ത് ചെന്ന് അതിഗംഭീരമായിട്ട് ദേവാദികളുടെ സ്തുതിയാണ്. ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവാദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ എന്ന് പറഞ്ഞ് അതിഗംഭീരമായിട്ട് സ്തുതി. അതിൻ്റെ ഇടയിൽ ഭഗവാൻ ദർശനം കൊടുത്തു. എന്താ ദേവേന്ദ്ര, നിനക്ക് കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു അത്ര ഗുരുവായൂരപ്പനെയും. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഭക്തി ഇപ്പോൾ ഒറിജിനലായിട്ടുണ്ടായോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഉറപ്പ് പറയാൻ വയ്യ. കസേര കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തി അത്ര. അങ്ങനെയുണ്ട് ഭക്തി പലതരത്തിൽ. അപ്പോൾ ഇലക്ഷൻ കാലമൊക്കെ ആയ സർവ്വ നേതാക്കന്മാരും സർവ്വ അമ്പലങ്ങളിലും ചെല്ലും തൊഴാനായിട്ട്. ആ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിയായാലോ തൊടുമില്ല, കൈ പുറകോട്ട് കെട്ടി നിൽക്കുകയും ചെയ്യും. കേമായില്ലേ ഇതാണ്. ഈ സർവ്വ അമ്പലത്തിൽ പോയി ഇലക്ഷന് മുമ്പ് തൊഴാൻ യാതൊരു മടിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പുറകെ കെട്ടി നിൽക്കുകയും ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പം അങ്ങനെ യാത്രയെന്ന് പ്രസംഗിക്കുകയും ചെയ്യാം. അത് പെട്ട ആളാണ് ദേവേന്ദ്രനെയും. അപ്പോൾ ദേവേന്ദ്രൻ പറയാ, ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല, കസേര കിട്ടണം, ഇത്രേ ഉള്ളൂ, വേറെ ലക്ഷ്യമൊന്നുമില്ല. കസേര കൊതിയന്മാർക്ക് അതല്ലാണ്ട് വല്ല വിചാരമുണ്ടോ? പക്ഷെ ഗുരുവായൂരപ്പന് തോന്നിയത് മറ്റൊന്നെന്താ, എന്തായാലും കുറെ നാമം ജപിക്കാൻ തോന്നിയില്ലേ? അതാണ്. ഏതെങ്കിലും തരത്തിൽ ഭഗവാങ്കലേക്ക് മനസ്സാക്കുക. അജാമളൻ്റെ കഥയിൽ കേൾക്കാം. പുത്രനെയോർത്തു തൻ നാമമൊന്നുരക്കവേ സത്തമനാക്കി കാത്ത നാരായണ കാത്തുകൊള്ളേണമേ. ഭഗവാന്റെ നാമം എന്ന് വിചാരിച്ച് മറ്റേ അജാമളൻ ജപിച്ചിട്ടില്ല. അങ്ങനെയുള്ള അബദ്ധം മറ്റേ അജാമളിന് പറ്റൂല. നേരെ മറിച്ച് മകൻ്റെ പേര് നാരായണ മതീന്നാണ്. ഭാവോഹി ഭവകാരണം. അങ്ങനെയെങ്കിലും ജപിച്ചില്ലേന്നാണ് ഗുരുവായൂരപ്പൻ നോക്കുക. ഏതായാലും ദേവേന്ദ്രൻ മഹാപകടക്കാരനാണെന്നറിയാം. 4 കുറെ നാമം ജപം ഉണ്ടായില്ലേ, മനസ്സലിഞ്ഞു. അതാണ് ഏതെങ്കിലും തരത്തിൽ ഭഗവാങ്കലേക്ക് മനസ്സാക്കുക. അതാണ് നിയമം എന്നർത്ഥം. ഇന്ന രീതിയിൽ വേണം നിയമമില്ല. അതുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം, വൃത്താസുരനെ പേടിച്ചല്ലേ വന്നേക്കണത്. വൃത്താസുരന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ. എന്താണെന്നറിയോ? ദധീജി എന്ന് പേരായൊരു മഹർഷിയുണ്ട്. അദ്ദേഹത്തിന് നട്ടല് എടുക്കുക, ആയുധം ഉണ്ടാക്കുക, യുദ്ധത്തിന് പുറപ്പെട്ട വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, അത് എടുക്കൽ ഇപ്പം കഴിച്ചേക്കാതാണ്. എന്താ, കൊടുവാൾ കൈവശമുണ്ട്, പിന്നെ എടുക്കാൻ വല്ല വിഷമമുണ്ടോ? അതറിയാം. ഭഗവാൻ പറഞ്ഞു അത്ര. അങ്ങനെ വെട്ടിയെടുത്തിട്ട് കാര്യമില്ല. നേരെ മറിച്ച് വിദ്യ വൃതതപസാരം ഗാത്രം യാചതമാചരം. തലി കൊന്നെടുത്തിട്ട് കാര്യമില്ല. യാചിച്ച് സമ്മതത്തോടു കൂടിയിട്ട് നട്ടല് വാങ്ങൂ എന്നാ കാര്യം നേരിയാവുന്ന. എന്നുവെച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മൾ വിചാരിക്കണമെന്ന് നല്ല കണ്ണിങ്ങ സൂത്രമുണ്ട്. എന്താ, തല്ലിക്കൊന്നെടുത്തിട്ട് കാര്യമില്ല, അനുവാദത്തോടുകൂടി വാങ്ങണമെന്ന് പറഞ്ഞാൽ സജ്ജനെന്തൊക്കെ പരിഹാരം, സജ്ജനങ്ങളുടെ അനുഗ്രഹം തന്നെ വരണം, അല്ലാണ്ട് വേറെ എന്തായിട്ടും കാര്യമില്ല എന്നർത്ഥം. അതാണ് യാചിച്ച് സമ്മതത്തോടെ വാങ്ങി ആയുധം ഉണ്ടാക്കി പുറപ്പെടുക, അല്ലാണ്ട് കാര്യമില്ല. ഏതായാലും ദേവേന്ദ്രാദികൾ ദധീജിയുടെ മുമ്പിൽ ചെന്ന് യാചിച്ചു. ദധീജിക്ക് മറ്റൊരു പേരുണ്ട് ഇവിടെ പറയേണ്ടത്. അശ്വശിരോനാമ, അശ്വശിരസ് എന്നു പേര്. കുതിരയുടെ തലയും മറ്റ് അശ്വദേവന്മാർക്ക് വേദം പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ഈ ദധീജി എന്ന് പറഞ്ഞാൽ. ആ ദേവേന്ദ്രൻ പറഞ്ഞു അത്ര, അങ്ങ് അശ്വദേവന്മാർക്ക് വേദം ഉപദേശിച്ചാൽ ഞാൻ തല വെട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആർക്കാച്ചോ ഉപദേശിക്കാം. അപ്പോൾ പറഞ്ഞു അശ്വദേവന്മാർ, ഞങ്ങളൊരു കുതിരത്തല കൊണ്ടുവരാം, അങ്ങയുടെ തല ഇപ്പോൾ വെട്ടിമാറ്റി വയ്ക്കും, എന്നിട്ട് കുതിരയുടെ തല വച്ച് അങ്ങ് ഞങ്ങൾക്ക് വേദമൊക്കെ ഉപദേശിക്കാം. അപ്പോൾ ദേവേന്ദ്രൻ വന്ന് വെട്ടുന്നല്ലേ പറഞ്ഞത്. വെട്ടിക്കോട്ടെ, കുതിരത്തല കൊണ്ടോട്ടെ, ഞങ്ങൾ യഥാർത്ഥ ശിരസ് വച്ച് അങ്ങക്ക് ജന്മം തന്നോളാം. അത്ര കേവന്മാർ അശ്വദേവന്മാരെന്നറിയാം. അങ്ങനെ സ്വന്തം തലമണ്ട കളഞ്ഞും മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കുക. അതാണ് സജ്ജനങ്ങളുടെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ. സ്വന്തം കാര്യം അവർക്കില്ല, മറ്റുള്ളവർക്ക് നന്മ വരട്ടെ. അത്രയും ത്യാഗത്തിൻ്റെ ഒരു കഥാപാത്രമാണ് ദധീജി എന്ന് പറഞ്ഞാൽ. ആ ദധീജി ഇപ്പം ആലോചിക്കുക അത്രേ. എന്തായാലും ജനിച്ചാൽ ഒരു കാര്യം ഉറപ്പ്, ജാതസ്യ മൃത്യു ധ്രുവ ഈഢ്യയത്ര, മരിക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രാമകൃഷ്ണദേവൻ പറയും രസമായിട്ട്, ചില കാര്യങ്ങൾ
നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബോംബെക്ക് നിൽക്കുക, അങ്ങനെയുള്ള ടിക്കറ്റിനും കാശ് കൊടുക്കണം, റിട്ടേൺ ടിക്കറ്റിനും കാശ് കൊടുക്കണ്ടേ? അത് വേണം. പക്ഷേ ഈ ടിക്കറ്റിന് മാത്രം റിട്ടേൺ ടിക്കറ്റിന് കാശില്ല എന്നാണ്. ഏത് ജന്മ ടിക്കറ്റ് എടുത്താൽ റിട്ടേൺ ടിക്കറ്റ് അതിൻ്റെ കൂടെ പിഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്, മരണ ടിക്കറ്റ്. പിന്നെ എങ്ങനെ ചാവണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് കൊണ്ടാണ്. കടുവ കടിച്ച് തിന്ന് ചാവണോ, പന്നി മാന്തി ചാവണോ, ആന ചവിട്ടിക്കൂട്ടി ചാവണോ, അതോ വെടിക്കെട്ടിപ്പെട്ട് ചാവണോ, അറ്റാക്ക് വന്ന് ചാവണോ, ഏതാണെന്ന് വെച്ചാൽ അത് കർമ്മഫലമാണ്. മറ്റേ ചാവുന്നത് ജാതസ്യ മൃത്യു ധ്രുവ ഇഢയത്ര, ജനിച്ചിങ്ങോട്ട് പോന്നാൽ അപ്പം ടിക്കറ്റ് പിഞ്ചിതുണ്ട്, മരണ ടിക്കറ്റ്. അതുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് ചത്താൽ എന്താ പ്രയോജനം? കുറേ ജന്തുക്കൾക്ക് തിന്നാനുള്ള തീറ്റ സാധനം എന്നല്ലാണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നേരെ മറിച്ച് ഉപകാരപ്രദമാവണം. പരോപകാരാർത്ഥമിതം ശരീരം കൗന്ദേയ അല്ലേ? അതുകൊണ്ട് ഇന്നിപ്പോൾ ദേവന്മാർക്ക് വേണ്ടി അങ്ങോട്ട് തേച്ചാൽ അത് അവർക്ക് ഗുണമാവും. ലോകമുള്ളിടത്തോളം കാലം എൻ്റെ യശസ് എല്ലാവരും ശ്രദ്ധിക്കില്ലേ? ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് തോന്നില്ലേ? അതുകൊണ്ട് ഉപേക്ഷിക്ക തന്നെ. ദേവേന്ദ്ര സമാധി ഇരിക്കാൻ പോവാണ്. ചൂടാറിയാൽ നട്ടല്ലെടുത്ത് ആയുധമുണ്ടാക്കി യുദ്ധത്തിന് പുറപ്പെട്ടോളൂ, നിനക്ക് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു ദധീചി മഹർഷി. കൊല്ലാൻ വന്ന ആളുടെ മുമ്പിൽ ഇങ്ങനെ മനസ്ഥിതി ഉണ്ടാവണം എങ്കിൽ അതാണ് ഭക്തന്മാരെന്നർത്ഥം. അവർക്ക് മരണത്തിന് മുമ്പിലൊരു കൂസലൊന്നുമില്ല, അതെന്തായാലും സംഭവിക്കും. പക്ഷേ പോണേന് മുമ്പ് ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അതൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്നും ഓർക്കത്തക്ക രീതിയിലായിട്ട് മാറണം. മളിയൂരദേഹകനല്ലേ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മഹാജനോ ഏനഗതസ്സബന്ധ ആണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങനെ വേണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അവർ തിരശീലയുടെ പുറയിലേക്ക് പറയണതെങ്കിൽ ദധീചി അങ്ങനെ ഉണ്ടായത്. ഏതായാലും ചൂടാറിയപ്പോൾ ആയുധം ഉണ്ടാക്കി യുദ്ധത്തിന് പുറപ്പെട്ട വരവ് കണ്ട അസുരന്മാർ പേടിച്ച് പിൻവലിഞ്ഞ് പലായനം ചെയ്യുമ്പോഴാണ് ആ രംഗത്തേക്ക് വന്നു എന്നാണ് വൃത്രാസുരൻ. കഷ്ടം എൻ്റെ കൂട്ടുകാരെ, എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചു എന്ന് വിചാരിച്ച് മരിക്കാണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. ജാതസ്യ മൃത്യു ധ്രുവ ഏഷ സർവദാ പ്രതിക്രിയ യസ്യനദേഹ കൃപ്ത. ജനിച്ചാൽ മരിക്കും, നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. നേരെ മറിച്ച് 2 തരത്തിലുള്ള മരണമാണ് വാസ്തവത്തിൽ അംഗീകരിക്കുന്നത്. ഒന്ന് ഗുരുവായൂരപ്പനെ എങ്ങനെ സേവിച്ച് ആ പാദത്തിലേക്ക് ലയിച്ചങ്ങോട്ട് ചേരുക, അത് എല്ലാവരും സമ്മതിക്കുന്ന മരണമാണ്. അല്ലെങ്കിലോ ശത്രുക്കളുടെ മുമ്പിൽ പോരാടി ശത്രുവിൻ്റെ ആയുധമേറ്റ് പിടഞ്ഞങ്ങോട്ട് വീഴുക, അപ്പോൾ വീരസ്വർഗ്ഗമാണ് കിട്ടുക എന്നർത്ഥം. ജഡായുവിനൊക്കെ വീരസ്വർഗ്ഗമാണ് കിട്ടിയത് എന്നർത്ഥം. ശത്രുവായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടാ വീണതെന്നർത്ഥം. അങ്ങനെ മരിക്കുക. അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെങ്കിൽ ഏറ്റുചേരുക. അല്ലാണ്ട് ഭീരുക്കളായിട്ടല്ല, ധീര ജവാന്മാരായിട്ട് പോരാടിയിട്ട് വീഴുക, അതല്ലേ വേണ്ടത്. ഞാനില്ലേ കൂട്ടുകാരെ ഇങ്ങോട്ട് വരൂ, എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ദേവന്മാരുടെ ഇടയിലേക്ക് ഒന്ന് കയറിയുള്ളൂ എന്നാണ് വൃത്രാസുരൻ. കരിമ്പൻ തോപ്പിലേക്ക് ആന കയറിയ ഇനിയിപ്പോൾ എങ്ങനെയാ നീ ചോദിക്കണതിൽ അർത്ഥമുണ്ടോ? ചോദിക്കണ പോലെയാണ്. വൃത്രാസുരൻ ആ ദേവന്മാരുടെ ഇടയിലേക്ക് ഒന്നങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അംഗവൈകല്യം വന്നു. കൈയൊടിയ കാലൊടിയ പല്ലൂവ അങ്ങനെയുള്ള വൈകല്യങ്ങൾ. ആ സന്ദർഭം നോക്കി ദേവേന്ദ്രൻ ചുഴറ്റി എറിഞ്ഞു എന്നാണ് ഗദ. ഇടത്തെ കൈകൊണ്ട് ഗദ അങ്ങോട്ട് പിടിച്ച് അതേപോലെ തിരിച്ചങ്ങോട്ട് എറിഞ്ഞപ്പോൾ ആനയുടെ മസ്തകത്തിൽ, ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വന്നുകൊണ്ട് പിണ്ടായിട്ട് ആന പുറകോട്ട് വീണു എന്നാണ്. ഇപ്പം നല്ല സന്ദർഭം ദേവേന്ദ്രനെ കൊല്ലാൻ വൃത്രാസുരനുണ്ട്. ദേവേന്ദ്രൻ പേടിച്ചാരണ്ട് നിൽക്കുമ്പോഴാണ് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ വിറക്കണത്? ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നോർത്ത് നീ ഭയപ്പെട്ട് വിറയ്ക്കല്ലേ? എന്നാൽ ഒരിക്കലും ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലില്ല. കാരണം യുദ്ധധർമ്മങ്ങളൊക്കെ എനിക്കറിയാത്തതാണ്. നിന്നെ പോലെ ചതി ഞാൻ വശാക്കിയിട്ടില്ല. എന്താ, ആയുധമില്ലാത്ത ആളെ കൊല്ലാന്ന് പറഞ്ഞാൽ മഹാപോരായ്മയാണ്, നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ആ യുദ്ധരംഗത്ത് വച്ച് ദേവേന്ദ്രന് ഗംഭീരമായിട്ട് ഉപദേശമാണ് വൃത്രാസുരൻ്റെ. ഭഗവത്ഗീതയിൽ ഗുരുവായൂരപ്പൻ ഉപദേശിക്കാമെന്ന് മനസ്സാക്കിയത് വൃത്രാസുരൻ്റെ കയ്യിൽ നിന്നാണോ സംശയം. യുദ്ധരംഗത്ത് വച്ച് ആദ്യം ഉപദേശിച്ച ആൾ വൃത്രാസുരനാണ്, ദേവേന്ദ്രനെയാണെന്ന് മാത്രം. നീ ഇപ്പം എന്നെ കൊന്ന് സ്വർഗസുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയല്ലേ എന്നാണ്. ആണല്ലോ, കസേരയല്ലേ സ്വർഗത്തിലെ ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ പോരാടിയേക്കണത്. ആ ഇന്ദ്രപദവി എന്നുള്ളത് ഒരിക്കലും ശാശ്വതമല്ല.
ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിലേക്ക് കൈമാറുന്ന ഒന്നാണ് ഇന്ദ്രപദവി എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ശാശ്വതമായിട്ട് ഒന്നല്ല എന്ന് മാത്രമല്ല, നീ ഇപ്പം ചെയ്ത ഈ ഇന്ദ്രപദവി കിട്ടാൻ വേണ്ടിയിട്ടോ യാഗങ്ങൾ കുറേ കഴിച്ചല്ലേ ഇന്ദ്രപദവിയിലേക്ക് എത്തുക. ദേവേന്ദ്ര പദവി എന്ന് പറഞ്ഞാൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. 100 യാഗം ചെയ്ത ആളായിരിക്കണം എന്നാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അതാണ് ഒരു യാഗം എന്ന് പറഞ്ഞാൽ. ഉപനിഷത്തിലൊക്കെ വായിച്ചാൽ യാഗം ചെയ്യണോ സംശയിക്കേണ്ടി വരും. 126ഓളം ഹിംസകൾ ചില യാഗങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള യാഗങ്ങൾ ഹിംസകൾ ചെയ്ത് നേടിയ സ്വർഗം സുഖം എന്നൊരിക്കലും വിചാരിക്കണ്ട അല്ലേ. പുരഞ്ജനോപാഖ്യാനത്തിൽ പറയണില്ലേ, യാഗമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോയിട്ട് സുഖിച്ചിരിക്കുക എന്ന് പറഞ്ഞ് പുറപ്പെട്ട ആളാണ് പ്രാചീന ബർഹിസ്. നാരദൻ പറഞ്ഞു, വഴിയൊന്ന് കാണിച്ചു തരാൻ. തൊട്ടങ്ങോട്ട് നോക്കിയപ്പോഴാണ് ജന്തുക്കളെ കണ്ട് പേടിച്ചില്ലേ, പശുക്കളും ആടുകളും ഒക്കെ. എന്താ അത്, ഓരോന്നിനും കൊന്നവരൊക്കെ കാത്തു നിൽക്കുക. ഈ വഴി വരും രാജാവ്, വെറുതെ വിട്ടാ വയ്യാ, നമ്മളെ യാഗമെന്നും പറഞ്ഞ് കൊന്നിട്ട് അവൻ സ്വർഗത്തിൽ പോയിട്ട് അങ്ങനെ സുഖിക്കണ്ട. കൊമ്പ് കണ്ട് കോർത്തെടുക്കണമെന്ന് പറഞ്ഞ ആടുകൾ, ചവിട്ടി കൂടി കൊല്ലണമെന്ന് പറഞ്ഞ് കുതിരകൾ. അപ്പോഴാണ് തതോദയതേ വിവേക, അകക്കണ്ണ് തുറക്കാൻ ആശാൻ അരികത്ത് വേണം. നാരദൻ്റെ സൂത്രം ഫലിച്ചു. ബ്രൂഹിമേ വിമലജ്ഞാനം ഏനമുച്ചേയ കർമ്മഭി എന്ന് പറഞ്ഞാൽ അപ്പം കാക്കന് വീണതെന്ന് അർത്ഥം പ്രാചീന ബർഹിസ്. അപ്പം ചെയ്യണ കർമ്മം സ്വർഗസുഖം അല്ല ലക്ഷ്യം എന്ന ബോധ്യം. അതേപോലെയാണ് നീ ഇപ്പം ചെയ്യണ കൃത്യം സ്വർഗസുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പുരുഷാദൈസ്ത ഗർഹ്യം, അതൊരിക്കലും സുഖമല്ല. നിൻ്റെ പ്രവൃത്തി രാക്ഷസന്മാരെക്കാളും മോശം അധമമായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്താ, സ്വന്തം ഗുരുനാഥൻ്റെ കഴുത്തു വെട്ടി ഒരു രാക്ഷസനും ചെയ്തിട്ടില്ല എന്നാണ്. അതിലും അധമമായിട്ടുള്ള പ്രവൃത്തിയല്ലേ ആചാര്യവർണ്ണം കഴിച്ചു കൊണ്ട് ഗുരുനാഥൻ്റെ കഴുത്തു വെട്ടാന്ന് പറഞ്ഞാൽ കഷ്ടം. ദേവേന്ദ്ര, ഇനിയെങ്കിലും അതിനുള്ള ആസക്തി ഉപേക്ഷിക്കുകയും. പക്ഷെ നിന്നെ എനിക്കൊന്ന് കൊല്ലാണ്ട് വയ്യ, നീ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നീചമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് കൊല്ലാണ്ട് വയ്യ എന്ന നിലയ്ക്ക് ആയുധമായിട്ട് പാഞ്ഞങ്ങടെ അടുത്തു വൃത്രാസുരൻ ദേവേന്ദ്രൻ നേർക്ക്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായതാണ്. എന്താ കാരണം, പഴയ ജന്മത്തിൽ വിഷ്ണുഭക്തനായിട്ട് ആളായിരുന്നു ഈ വൃത്രാസുരൻ. ഉമയാഭിഷേകേ, പാർവതിയുടെ ശാപം നിമിത്തമായിട്ട് വൃത്രാസുരൻ്റെ വേഷം കെട്ടി വന്ന ആളാണ്. ഷർട്ടൊന്ന് മാറി, ആദ്യം ബനിയനായിരുന്നു, ഇപ്പോൾ ടീഷർട്ട് അല്ല, ഇപ്പോൾ ഒറിജിനൽ ഷർട്ടായിരുന്നുണ്ട്. ആ ചൈതന്യത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തീർ കുരുത്തവൻ ബൈലത്തു പാടില്ല. തികഞ്ഞ തിക്താനുഭവങ്ങളിൽ കൂടിയിട്ട് വിഷ്ണുവിനെ ഭജിച്ച് പരമഗതിയിലേക്ക് എത്തിയ ആളാ ചിത്രകേതു. ഇല്ലേ മക്കളൊക്കെ ഇല്ലേ, പ്രത്യേകിച്ച് എന്താ ഉണ്ടായത്, തിക്താനുഭവം അല്ലേ. ആ തിക്താനുഭവങ്ങളുടെ കൂരമ്പകളിൽപ്പെട്ട് വൈഷ്ണവ ഭക്തി വേണ്ടവണ്ണം തികഞ്ഞ ആളായതുകൊണ്ട് യുദ്ധരംഗത്ത് കേമായിട്ട് പറയണു. എന്താ അത്, നീ ചെയ്ത ആ ദേവേന്ദ്രൻ്റെ ആയുധത്തിൽ ശത്രുവിൽ പോലും ഈശ്വരനെ ദർശിച്ച ആളാണ് വൃത്രാസുരൻ കൊണ്ട് പറഞ്ഞു. ഇതാണ് ശത്രുവായിട്ടല്ല കണ്ടത് എന്നർത്ഥം. ആ ശത്രുവെ പോലെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്ക്. വിജയം നിനക്ക് തന്നെയായിരിക്കും. കാരണം ഹരേ ദധീജേ തപസാജതേജിതാം, നിന്റെ കയ്യിരിക്കണ ഈ ആയുധല്ലേ ദേവേന്ദ്ര, നിന്റെ കേമത്തല്ല, ഹരേ ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ അനുകമ്പ കിട്ടിയിട്ടുള്ള ആളാണ് നീ ഇപ്പം. കാരണം ഭഗവാന്റെ കാരുണ്യം എവിടെയാണോ അവിടെയല്ലേ വിജയം ചോദിക്കാനുണ്ടോ. ദധീജേ തപസാജതേജിത, ദധീജി എന്ന സജ്ജനത്തിൻ്റെ അനുഗ്രഹം കൂടി തികഞ്ഞതല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ സജ്ജനത്തിൻ്റെ അനുഗ്രഹം തികഞ്ഞ ആയുധം. അതുകൊണ്ട് നീ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പായി ഇതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് എന്നാണ്, നീ നിഗ്രഹിച്ചാൽ ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്ക് പോകില്ല, സംശയമൊന്നും വേണ്ട. നരകത്തിലേക്ക് പോകില്ല, നേരെ മറിച്ച് ഞാൻ പോകണത് എങ്ങടാ, മറ്റെങ്ങുമല്ല. ഞാൻ ഉപാസിക്കണ ഒരു മൂർത്തിയുണ്ട്, ആ മൂർത്തിയുടെ ശ്രീപാദത്തിലേക്ക് ഞാൻ ലയിച്ചങ്ങോട്ട് ചേരാറായി. ഇതാണ് അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേ ഗുണാംസ്തേ ഗൃണീതവ കർമ്മകരോതുകായം. ഞാൻ ഉപാസിക്കുന്നൊരു മൂർത്തിയിലേക്ക് ലയിച്ചങ്ങോട്ട് ചേരാറായി. ഇതാണ് അത് പറയാൻ സാധിക്കണ്ടേ. അനുഭവങ്ങൾ തിക്തമായിട്ട് വരുമ്പോഴും
അതും ഭഗവത് കാരുണ്യമായിട്ട് കണ്ട ആളാണ് വൃത്രാസുരൻ എന്ന് പറഞ്ഞത്. എനിക്ക് ബ്രഹ്മാവിൻ്റെ പദവി അല്ലെങ്കിൽ പ്രത്യേക സ്വർഗ ആധിപത്യം സാർവഭൗമത്വം ഇതൊന്നും എനിക്ക് വേണ്ട എന്നാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ഗുരുവായൂരപ്പൻ, ഇതൊന്നും വേണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഉണ്ണി വൃത്രാസുര നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, എന്നാ ഒന്ന് വേണ്ടതാണ്. എന്താ വേണ്ടത് പറയട്ടെ പ്രഹ്ലാദൻ. എന്തെങ്കിലും വരം ചോദിക്കൂ. അവസാനം പറഞ്ഞു, നിർബന്ധമാണെങ്കിൽ വരം ചോദിക്കാം. വരം ചോദിക്കാനുള്ള തോന്നൽ കൂടിയിട്ട് എനിക്കുണ്ടാവരുത്. കാമാനം ഹൃദയസംരോഹം ഭവതസ്തു വൃണേ വരം. അപ്പോഴാണ് അജിതം പരാജിതം തോറ്റതെങ്കിൽ ഇതേപോലെയാണ്. നിർബന്ധമാണെങ്കിൽ ചോദിക്കാം. എന്താ അത്? അജാതപക്ഷ ഇവ മാതരം ഖഗാ സ്തന്യം യഥാവസ്തരാശുധാർത്ത പ്രിയം പ്രിയേവ വിശുദ്ധം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. അവിടുത്തെ ഒന്ന് കണ്ടാ മതീതം. ആലോചിച്ച് നോക്കുക. കുചേലൻ പുറപ്പെട്ടപ്പോൾ എന്തിനാ പുറപ്പെട്ടത്? നമ്മൾ പറയണത് അവൽക്കരിയായിട്ട് പുറപ്പെട്ട അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ച് പറിച്ച് കൊണ്ടുവരിക, സൂട്ട് കേസായിട്ട് മടങ്ങാന്ന് വെച്ചാൽ പുറപ്പെട്ടത് എന്നാണ്. അതല്ലേ കോമാളി വേഷം കെട്ടി എന്തെല്ലാം ഇപ്പം കാണിച്ചു കൂട്ടുന്ന സപ്താഹക്കാർ. അങ്ങനെയാണോ? അയം ഹി പരമോലാഭ ഉത്തമസ്വോകദർശനം സഞ്ചിന്യ എന്നല്ലേ വാക്ക് ഭാഗവതത്തിൽ. ഉത്തമസ്വോകദർശനം പരമോ ലാഭ ഇതി സഞ്ചിന്യ. ഭഗവാനെ ഒന്ന് കാണുക, അതാണ് ലാഭം, മറ്റൊന്നില്ല. വേറൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലില്ല. കാപട്യമില്ലാത്ത മനസ്ഥിതി, അതാണ് ഭക്തി. വൃത്രാസുരൻ്റെ വാക്ക് അങ്ങനെയല്ലേ? അജാതഭക്ഷായ മാതരം ഖഗാ. ആദ്യത്തെ ഉദാഹരണം, ചെറുത് മുളയ്ക്കാണ്ട് കൂട്ടിക്കിടഞ്ഞ് പടയ്ക്കുന്ന പക്ഷിക്കുഞ്ഞ്. തള്ളപ്പക്ഷി എപ്പോഴാ വരാവോ? അമ്മ വന്നാലേ തീറ്റ കിട്ടുള്ളൂ. കാരണം പക്ഷം മുളച്ചിട്ടില്ല, ചറുക മുളച്ചിട്ടില്ല. ചറുക മുളച്ചാൽ കഴിഞ്ഞു, പിന്നെ പറന്ന് തീറ്റ അന്വേഷിച്ച് പുറപ്പെടാണ്. അതേവരെ അമ്മയിലാണ് നിർത്തിയില്ല. അതാണ് ആഹാരത്തെ മാത്രം ലക്ഷ്യമാക്കി അമ്മയുടെ വരവ് കാത്തിരിക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ പക്ഷിക്കുഞ്ഞ്. രണ്ടാമത് സ്റ്റാൻഡേർഡ് മാറുകയായി. സ്തന്യം യഥാ വസ്തരാശുധാർത്ഥ. പിടിച്ച് കെട്ടിയിട്ട പശുക്കുട്ടി, തള്ളപ്പശു, അമ്മപ്പശു എപ്പോഴാ വരാവോ? ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് നോക്കി കണ്ടിട്ടില്ലേ? എന്താ? അമ്മ വന്നാലേ മുട്ടി കുടിക്കാൻ പറ്റുള്ളൂ പാല്. അമ്മയൊന്ന് കാണണം, പാല് ധാരാളം കുടിക്കണം എന്ന് മാത്രമേ വിചാരമുള്ളൂ പശുക്കുട്ടിക്ക്. അപ്പോൾ രണ്ട് കാര്യമാണ്, അമ്മയെ കാണുകയും വേണം, തനിക്ക് ആഹാരവും വേണം. രണ്ട് കാര്യം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? പ്രിയം പ്രിയേവ വിശുദ്ധം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. വിരഹദുഃഖമായിട്ടിരിക്കണ കാമിനി, പ്രിയതമ, ദൂരത്തു പോയ ഭർത്താവ് എപ്പോഴാ വരാവോ? ഏറ് കണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കില്ലേ? ഇതാണ്. അപ്പോൾ വിരഹദുഃഖം അനുഭവിക്കുന്ന പ്രിയതമയ്ക്ക് തൻ്റെ പ്രിയതമനെ ഒന്ന് ദർശിക്കണം, കാണണം എന്നല്ലാണ്ട് വേറെ വികാരങ്ങൾ ചിന്തകളില്ല എന്നർത്ഥം. അതാണ് ഭക്തി. എന്താ? ഈശ്വരനെ ഒന്ന് കാണുക, അല്ലാണ്ട് വേറെ ഒന്നും പരാതിയും പ്രതീക്ഷകളുമില്ല. ഇപ്പോൾ ശബരിമലയിൽ ഞാൻ അനുജ മേശാന്തി ആയിരുന്നപ്പോൾ കുറച്ച് ആളുണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ രണ്ട് കൈയില്ലാത്ത ഒരാൾ ഇരുമുടി ഇങ്ങനെ ശിരസിൽ വേറെ ആൾ സഹായത്തോടെ ഇരുമുടിക്കെട്ട് ഇങ്ങനെ വച്ച് കെട്ടി നടക്കിൽ ഇങ്ങനെ തൊഴാൻ വന്നു. അപ്പോൾ അദ്ദേഹം നടക്കിൽ നിർത്തി തൊഴിച്ചു ആ ഒന്നാമത്തെ നിരയിൽ. കഴിഞ്ഞ് മുറിയിൽ വന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അപ്പം അങ്ങേക്ക് ആഗ്രഹം? അയ്യപ്പനെ ഒന്ന് കാണണം. വേറെ ഒന്നും ഒരു പരാതി അദ്ദേഹത്തിന് പറയാനില്ല. നോക്കൂ, ദർശനം മാത്രമാണ്, ഏതാണ്ട് വേറെ ഒരു കാര്യം അവിടെ. എന്തിനാ അങ്ങനെ വരുത്തിയത്? മാർത്തടി നൊരോളി ഇല്ല. ഇന്നത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുക, ആഗ്രഹിക്കുക, അതില്ല എന്നർത്ഥം. ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസ. കപിലോപദേശത്തിൽ പറയുന്നുണ്ട്, ഇച്ഛാദ്വേഷങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, പരാതികൾ ഇതില്ലാത്ത മനസ്ഥിതിയാണ് യഥാർത്ഥ ഭക്തി. ഇപ്പോൾ വൃത്താസുരൻ്റെ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷകളില്ല, പരാതികളില്ല, ആഗ്രഹങ്ങളില്ല, ദർശനം മാത്രം കാക്ഷിച്ച ഒന്ന്. അതാണ് യഥാർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിദ്ധരാജര സ്വാമികൾ ഈ കഥയ്ക്ക് ഊന്നൽ കൊടുത്തു പറഞ്ഞത് വൃത്രാസുര കഥോഭേദം ഭാഗവതം ഇഷ്യതേ. കാരണം
ആ ഈശ്വര ദർശനം എന്നല്ലാണ്ട് വേറെ ഒന്ന് ഭക്തന് പ്രത്യേകം ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ ഓർത്തു, യുദ്ധം ഭഗവത് നിശ്ചയല്ലേ. കൊടുമ്പരി കൊണ്ട സന്ദർഭത്തിലാണ് ജയിച്ചു എന്ന് പറഞ്ഞ് ഹാലളകെ തുള്ളിയ ദേവേന്ദ്രനോട് പറഞ്ഞു, യുദ്ധം ഭഗവത് നിശ്ചയാണ്. ജയപരാജയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആരാ? അവിടുന്നാണ്. നമ്മൾ വെറും കരുക്കളല്ലേ. ഇതാണ് പ്രാണക്ലഹോയം സമര ഇക്ഷോ വാഹനാസന അത്രജ്ഞ ന്യായതേ മുഷ്യ ജയോ മുഷ്യ പരാജയ. ചെസ്സ് കളിക്കുമ്പോൾ കരുക്കളുണ്ടല്ലേ. എന്തിനാ ഈ കരുക്കൾ? ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് വച്ചതാണല്ലേ. കുതിരക്കരു നീക്കി ഇപ്പോൾ കളി ജയിച്ചു നിൽക്കുക. കുതിരക്കര് പറയാ, ഞാൻ കാരണ കളി ജയിച്ചത്. വല്ല അർത്ഥമുണ്ടോ? ആ കരു നീക്കിയാളുടെ കേമത്തം കൊണ്ടല്ലേ. അതുകൊണ്ട് നിയന്താതാവ് ഈശ്വരൻ്റെ കയ്യിലെ വെറും കരുക്കളാണ് നമ്മളല്ലാണ്ട് നമ്മൾ നിശ്ചയിച്ച നടക്കില്ല. അവിടുത്തെ നിശ്ചയം എന്താണോ അത് അവിടുന്ന് നിശ്ചയിച്ച പോലെ നമ്മളാക്കി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കേമത്തില്ല. അത് മനസ്സിലാക്കൂ എന്നൊക്കെ ആ ഉപദേശം വൃത്രാസുരൻ്റെ കേട്ടപ്പോഴാണ് ദേവേന്ദ്രന് വരെ ശക്രന് വരെ ഭ്രമമായി എന്നാണ്. യുദ്ധരംഗത്ത് ഇങ്ങനെ കൂരമ്പുകളായിട്ട് പടയുമ്പോഴും ഈശ്വരനെക്കുറിച്ച് വിചാരിക്കാനും സ്മരിക്കാനും പറ്റാന്ന് പറഞ്ഞ മഹാഭാഗ്യമല്ലേ. ഓർത്ത് സാഷ്ടാംഗം നമസ്കരിച്ച് പിന്നെയാണ് കൈകളൊക്കെ മുറിച്ച് താഴെയിട്ട് ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് ആ വൃത്രാസുരനെയും ഐരാവത്തെയും കൂടിയിട്ട് അങ്ങോട്ട് വിഴുങ്ങി. വൃത്രാസുരൻ ദേവേന്ദ്രൻ ഐരാവത്തെയും കൂടിയിട്ട് അങ്ങോട്ട് വിഴുങ്ങി. കുറേ പ്രയാസപ്പെട്ട ദധീചിയുടെ സമ്മാനമായിട്ട് ആയുധം കൊണ്ട് തുറന്ന് ഒരു വിധത്തിൽ പുറത്ത് വന്നു. പാലക്കാട് പോകുമ്പോൾ ടണലില്ലേ, അതുപോലെ തുറന്ന് എത്ര ദിവസം എടുത്തതെന്ന് വിശ്വസില്ല. തുറന്ന് പുറത്തിറങ്ങിയ സന്ദർഭം ആ പ്രത്യേകിച്ച് കഴുത്ത് മുറിച്ച് താഴെ അങ്ങോട്ട് ഇട്ടപ്പോഴാണ് എല്ലാവരും കാണെ ആ ചൈതന്യം വിഷ്ണു ലോകേ മഹീയതേ ഭഗവാനിലേക്ക് ലയിച്ചങ്ങോട്ട് ചേർന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഭഗവത് പ്രാപ്തി വൃത്രാസുരനായി. കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണു ഭക്തൻ തിക്താനുഭവങ്ങളുടെ കൂരമ്പകളേറ്റ് ആ സന്ദർഭത്തിലാണ് ഒരു കൂരമ്പ് വീണ്ടും ഉമയാഭിഷേമേ പരമദേശവുമായിട്ട് വീണ്ടും ജന്മം വന്നെങ്കിലും വീണ്ടും യുദ്ധരംഗത്ത് കൂരമ്പകളേറ്റ് പടയുമ്പോഴും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് വിളിച്ച് വിഷ്ണുലോകേ മഹീയതേ അല്ലെങ്കിൽ അലോകം സമപദ്യത വിഷ്ണുപാദത്തിൽ ലയിച്ചങ്ങോട്ട് ചേർന്നു എങ്കിൽ ഭാഗവതം പറയാ ഇതാണ് ഭക്തൻ. എന്തൊക്കെ പ്രാരബ്ധത്തിൻ്റെ വേദനകൾ അനുഭവിക്കുമ്പോഴും ഈശ്വരനെ മറക്ക അതില്ല. ആ സ്മരണയ്ക്കൊരു മാറ്റമില്ല. അപ്പോൾ ജന്മം മാറിയാലും സ്മരണയ്ക്ക് മാറ്റമില്ലെങ്കിൽ വീഴ്ചയല്ല, ഭഗവത് പ്രാപ്തി തന്നെയാണ്. പ്രാരബ്ധത്തിൻ്റെ മുമ്പിൽ ഭക്തൻ വീഴില്ല, ഭക്തൻ്റെ മുമ്പിൽ പ്രാരബ്ധം വീഴും നല്ലാതെ കണ്ട്. പ്രാരബ്ധത്തിൻ നൽകരോത്തും ഞൊടി കൊണ്ടോ ഞെരിക്കുമൻ ഗുരുവാകും ഗുരുവായൂരപ്പനോ ചൊല്ലു. അത്ര മഹത്വം ഭാഗവതോത്തമന്മാർക്ക് ഭഗവത് ഭക്തന്മാർക്ക് വിഷ്ണു ഭക്തന്മാർക്കുണ്ട്. മാഹാത്മ്യം വിഷ്ണു ഭക്താന എന്ന് വിഷ്ണു മഹിമകളെക്കുറിച്ച് കീർത്തിക്കുന്ന മഹാപുരാണം ശ്രീമദ് ഭാഗവതത്തിലെ ഈ വിഷയം പ്രത്യേകമായിട്ട് വേദവ്യാസം ചേർത്തു. കാരണം ഭാഗവതത്തിൻ്റെ മർമ്മമാണ് ഷഷ്ഠസ്കന്ധം. അത് മള്ളിയൂര് സത്രത്തിൽ വന്ന് കുറച്ചു നേരം ഒന്ന് അനുസ്മരിക്കാൻ പറ്റി. പൂർവജന്മ സുഹൃതമായിട്ട് കണക്കാക്കണം. ഭാഗവത സപദ്യ വേണ്ടവണ്ണം കൊണ്ട് നടക്കാൻ ഗുരുബൂധന്മാരും അതേപോലെ സജ്ജനങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മള്ളിയൂർ തിരുമേനിയുടെ 104-ാം ജയന്തി അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ പുത്തല്ലം മധുനാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ്. മള്ളിയൂരിൻ്റെ തന്നെ എത്രയോ വേദികളിൽ നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹത്തിന്. ആ മള്ളിയൂരിൻ്റെ ആദരവ് ഇപ്പോൾ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം നൽകിയിരിക്കുന്നു.